ദൈവം ദൈവം സംഭവം നടക്കുമ്പോൾ അതിൻ്റെ സാക്ഷിയായിട്ട് തൊട്ട് മുന്നിൽ നിന്ന വ്യക്തിയാണ് ഞാൻ കോട്ടയം ലുലുവിൽ നിന്നും വരുമ്പോഴാണ് ഇതുണ്ടായത്. തെറ്റിനെ തെറ്റുകൊണ്ടല്ല തിരുത്തേണ്ടത്. തെറ്റിനെ തെറ്റുകൊണ്ട് തിരുത്തിയിട്ട് ന്യായം പറയുന്നതിൽ ഒരു അർത്ഥമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇങ്ങനെ വളഞ്ഞു കിടക്കുകയാണ്. അത് കണ്ട ഞാൻ രണ്ട് ചെവി പൊത്തി അലറുമായിരുന്നു ഇപ്പുറത്തെ സൈഡിൽ. അപ്പോ ആ മനുഷ്യൻ കിടക്കുന്നതിന്റെ ഇപ്പുറ സൈഡിൽ മൊത്തം ബ്ലഡ്. അവിടുന്ന് എല്ലാവർക്കും നമസ്കാരം. സിദ്ധാർത്ഥ് പ്രഭു ഇവൻ വണ്ടി ഇടിച്ചു ഒരാള് പടമായെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഇനി ജീവിക്കുകയോ മരിക്കുകയോ ഒന്നുമില്ല, അറിഞ്ഞൂടാ. ആ ലെവലില് കാര്യങ്ങൾ എത്തി. ഞാൻ ഇപ്പോഴും പറയുകയാണ്, ഈ മദ്യപിക്കുന്നതും വണ്ടി ഓടിക്കുന്നതും ഒക്കെ തെറ്റാണ്. മദ്യപിച്ച് വണ്ടി ഓടിക്കുന്നത് തെറ്റാണ്. ഞാൻ രാവിലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവന്റെ ഇമേജ് അത്രയും പോയി. ഇനി എത്ര കാലം കഴിഞ്ഞാലും അവന്റെ ഇമേജ് ആ ലെവലിൽ തന്നെ, ഇന്ന കീടം എന്നേ ആവത്തുള്ളൂ, എന്നേ വരത്തുള്ളൂ. എന്നാൽ ഇതിന്റെ സത്യാവസ്ഥയും അവിടെ നടന്ന കാര്യങ്ങളും അറിഞ്ഞതിന് ശേഷം ഈ മോന് എനിക്ക് രണ്ട് പറയാതിരിക്കാൻ പറ്റുന്നില്ല. ഞാൻ ഉള്ള കാര്യം പറയാം. പിന്നെ അതുപോലെ ഇവനെ നാട്ടുകാർ മറ്റേ കഴുത്തിനും പിടിച്ച് പെരുമാറിയത് തെറ്റായി പോയെന്നൊക്കെ പറഞ്ഞ് ന്യായീകരിച്ച് അവരുടെ ഫീൽഡിലുള്ള ആൾക്കാരൊക്കെ തന്നെ വരുന്നുണ്ട്. എനിക്ക് പേഴ്സണലി യോജിപ്പേ ഇല്ല. എല്ലാ കാര്യവും നമുക്ക് വ്യക്തമായിട്ട് നോക്കാം. അത് മാത്രമല്ല, ഇവന്റെ സ്ഥിരം പരിപാടിയാണ് മദ്യപിച്ച് വാഹനം ഓടിക്കുന്നത്. ഇവൻ ഇന്നും ഇന്നലെ തുടങ്ങിയ പരിപാടിയല്ല ഈ മദ്യപിച്ച് വാഹനം ഓടിക്കുന്നത്. താനി കീടം എന്നാണ് പറയുന്നത്, താനി കീടം. ഇത് ഞാൻ പറഞ്ഞതല്ല, അവനെ അറിയാവുന്നവർ പറയുന്നതാണ്. അതുകൊണ്ട് എന്റെ പൊന്ന് സിദ്ധാർത്ഥ് പ്രഭു മോൻ കുറച്ച് പൈസയും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് വെച്ച് കുന്തളിപ്പ് നിന്റെ വീട്ടിന്റെ അകത്ത് നിന്റെ റൂമിന്റെ അകത്ത് കിടന്ന് കാണിച്ചോണം. പുറത്തിറങ്ങി നാട്ടുകാരുടെ നെഞ്ചത്തല്ല കാണിക്കേണ്ട. നീ ഇവിടെ ഒരാളെ തീർക്കാൻ ശ്രമിച്ചിരിക്കുന്നു. അത് നീ മദ്യപിച്ചിട്ടാണ് ഈ പരിപാടി കാണിച്ചത്. നിനക്ക് എന്തിന്റെ കുന്തളിപ്പാണ്, നീ കുത്തിക്കഴപ്പാണ് ഈ റോട്ടിൽ കിടന്ന് കാണിച്ചതെന്ന് അറിയേണ്ടിയിരിക്കുന്നു. എന്തായാലും ആ സ്ഥലത്ത് എന്താണ് സത്യത്തിൽ സംഭവിച്ചതും ഇവൻ എങ്ങനെയാണ് വണ്ടി ഓടിച്ചത് അടക്കം ഒരു സ്ത്രീ പറയുന്നുണ്ട്. നമുക്ക് ആദ്യം അതൊന്ന് കേട്ടു നോക്കാം. അവർ പറയുന്ന കാര്യങ്ങൾ വ്യക്തമായിട്ട് കേട്ടിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അതുപോലെ തന്നെ വീഡിയോ ആദ്യമായി കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് കൊടുക്കാനും ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യാനും ശ്രമിക്കുക. കാരണം ഈ നാരെ അവിടെ കാട്ടിക്കൂട്ടിയത് നാട്ടുകാരറിയണം. ഇവനെ നാട്ടുകാർ കൊങ്ങയ്ക്ക് പിടിച്ച് എന്തോ വലിയ തെറ്റായി പോയെന്നുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ട്. അതായത് ഞാനും പറഞ്ഞ വേണ്ടായിരുന്നു പോട്ട് പുല്ല് എന്നുള്ള രീതിയിൽ ഞാനും എന്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ പിടിച്ചാലും കുഴപ്പമില്ല, ഇനിയിപ്പം ആ ഒരു സെറ്റപ്പിലാണ് സംസാരിച്ചത്, ന്യൂട്രല. പക്ഷെ അവിടെ നടന്ന സംഭവം കൃത്യമായിട്ട് അത് കണ്ടു നിന്ന കുറെ ആൾക്കാരെ എനിക്ക് രാവിലെ മുതലേ മെസ്സേജ് അയക്കുന്നു എന്റെ വീഡിയോ കണ്ടതിന് ശേഷം. അതിലെ നീ അവിടെ നടന്നത് കണ്ടിട്ടില്ല, കണ്ട നമ്മൾ പറയുന്നത് ഇന്നതാണ് നടന്നതെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കുറെ പേര് എനിക്ക് മെസ്സേജ് അയച്ചു. അതിൽ ഒരാളുടെ വോയിസ് ഞാൻ കൊടുക്കും. ഒരാളുടെ വോയിസ് നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ അത്യാവശ്യം വെട്ടിപ്പായിട്ട് മനസ്സിലാക്കും. ഞാൻ 2-3 പേരെടുത്തൊക്കെ ചോദിച്ചായിരുന്നു വോയിസ്. അപ്പോൾ അവർ പറഞ്ഞു അവർക്ക് പേഴ്സണലി ഇതിലൊന്നും കണക്ട് ആവാൻ താല്പര്യമില്ല, ഞാൻ അറിയാൻ വേണ്ടിയിട്ട് എൻ്റെ അടുത്ത് വോയിസ് അയച്ചതെന്ന് പറഞ്ഞു. എന്നാൽ വേറൊരാളുടെ അടുത്ത് ചോദിച്ചപ്പോൾ കുഴപ്പമില്ല, ഇതൊക്കെ ആൾക്കാർ അറിയണം എന്നുള്ള രീതിയിൽ അവർ പറഞ്ഞു ഞാൻ ആ വോയിസ് ഇവിടെ സൈഡിൽ കേൾപ്പിച്ചു തരാം. അവിടെ ഈ നാറ് കാണിച്ചിട്ടുള്ള പോക്കിൽത്തനം കണ്ടു നിന്ന് ആൾക്കാർ പറയണം. എന്നിട്ട് ആ നാട്ടുകാർ അവനെ കൊങ്ങയ്ക്കല്ല പിടിക്കാൻ, ആ ഇടിച്ച് പടമാക്കുകയാണ് ചെയ്യേണ്ടത്. ഞാൻ അതിന്റെ റീസൺ പറഞ്ഞുതരാം. നമ്മുടെ വീട്ടിൽ ആരെങ്കിലാണെങ്കിൽ ഇതുപോലെ ഇടിച്ചിട്ടെങ്കിൽ ഇവനെ ന്യായീകരിക്കുന്ന ആൾക്കാർ എന്തു പറയും? ഇവനെ ന്യായീകരിക്കുന്നുണ്ടല്ലോ, അവനെ ആൾക്കാർ അങ്ങനെ നാട്ടുകാർ കൊങ്ങയ്ക്കൊന്നും പിടിക്കേണ്ട കാര്യമില്ലായിരുന്നെന്ന്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇവൻ വന്ന് ഇടിച്ചത് നമ്മുടെ വീട്ടിൽ അച്ഛനെയോ അമ്മയോ നമ്മുടെ അനിയനെയോ സഹോദരൻ ആരെങ്കിലും ഒക്കെ ആണ് ഇടിച്ചതെങ്കിൽ നിങ്ങൾ ഈ പറയുന്നവർ ഇതുപോലെ ന്യായീകരിക്കുമോ? നമ്മുടെ വീട്ടിലുള്ള ആരെങ്കിലും ചോര പൊടിഞ്ഞിരുന്നെങ്കിൽ ഇതുപോലെ ന്യായീകരിക്കോടെ? ന്യായീകരിച്ച് മെഴുകുന്ന ടീംസിന്റെ അടുത്താണ് എനിക്ക് ചോദിക്കാനുള്ളത്. അവൻ കാണിച്ചത് പോക്കിൽ തന്നെ. അബദ്ധവശാൽ വണ്ടി കൊണ്ട് ഇടിച്ചാൽ അത് ഓക്കെ. ഇപ്പൊ ചിലപ്പോൾ നമ്മൾ കുറച്ച് സ്പീഡിൽ പോയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സംഭവിച്ച ആൾക്കാർ ഇടിച്ചു കഴിഞ്ഞാൽ ഓക്കെ. കാരണം 2020 എനിക്കൊരു ആക്സിഡന്റ് നടന്ന സമയത്ത് ഓപ്പോസിറ്റ് ഒരാളെ ക്രോസ് ചെയ്തു, അയാളെ ഇടിച്ചു. ഞാൻ കുറച്ച് സ്പീഡായിരുന്നു, അത് മദ്യപിച്ചിട്ടൊന്നുമല്ല പോയത്. ഞാൻ നല്ല റോഡിൽ ഞാൻ എന്റേതായ രീതിയിൽ കറക്റ്റായിട്ട് പോയപ്പോൾ ഒരാൾ കുറുകെ ചാടി പറ്റി ഇടിച്ച്. എനിക്കും കിട്ടിപ്പാണി, അങ്ങേർക്കും കിട്ടിപ്പാണി. അത് നമ്മൾ മദ്യപിച്ചിട്ടൊന്നും കാണിച്ചതല്ല. പക്ഷെ ഈ കാണിച്ചത് കുത്തിക്കഴപ്പാണ്. മദ്യപിച്ച് റോഡിൽ വണ്ടി ഓടിച്ച് ഒരാളെ ഇടിച്ചിട്ടതിന് ശേഷം അവനെ ന്യായീകരിക്കാൻ കുറെ കുടയും പിടിച്ച് ഇറങ്ങുന്ന കണ്ടപ്പോൾ എനിക്കത് സഹിച്ചില്ല. ഞാൻ ആ സ്ഥലത്ത് സംഭവിച്ച കാര്യം ആദ്യം ഒന്ന് കൊടുക്കാം, കേട്ടു നോക്ക്. സംഭവം നടക്കുമ്പോൾ അതിൻ്റെ സാക്ഷിയായിട്ട് തൊട്ട് മുന്നിൽ നിന്ന വ്യക്തിയാണ് ഞാൻ കോട്ടയം ലുലുവിൽ നിന്നും വരുമ്പോഴാണ് ഇതുണ്ടായത്. ഇയാളുടെ വണ്ടി വന്ന വരവൊന്ന് കാണണം. ഒരു കാറ് വരുന്നുണ്ടെന്ന് പോലും നമുക്ക് തോന്നത്തില്ല. കാരണം ഇങ്ങനെ ഈ നമ്മുടെ കണ്ണിൽ നിന്ന് എന്തോ ഒരു കാറ്റടിച്ച് പോയതുപോലാണ്. വന്നിട്ട് സൈഡിൽ കൂടെ നടന്ന മനുഷ്യനെ ഇടിച്ചു. അവിടെ ഒരു ബസ് സ്റ്റോപ്പിൽ ഒരാൾ നിൽപ്പുണ്ടായിരുന്നു. അയാൾ ചാടി ബാക്കിലോട്ട് മാറിക്കൊണ്ട് അയാൾ രക്ഷപ്പെട്ടു. ബസ് സ്റ്റോപ്പിൻ്റെ കൈവരി ഇടിച്ചിട്ട് എൻ്റെ വണ്ടിയുടെ സൈഡിലാണ് അത് വന്ന് തെറിച്ച് വീണത്. ഓപ്പോസിറ്റിൽ നിന്ന് ഞാൻ പേടിച്ചു പോയി. എന്നിട്ട് രക്തത്തിൽ കുളിച്ചൊരു മനുഷ്യൻ കിടക്കുക. രക്തത്തിൽ കുളിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവനുണ്ടോയെന്ന് തന്നെ എനിക്കൊരു അപകടം മാത്രം നമുക്കതിനെ പറയാൻ പറ്റത്തില്ല. അയാൾ ഇങ്ങനെ വളഞ്ഞ് കിടക്കുക, പൊങ്ങിപ്പോയിട്ട് നടുക്കത്തെ ലൈൻ്റെ ഇപ്പുറത്ത്
അതായത് ഓപ്പോസിറ്റ് സൈഡിൽ നടുക്ക് കിടക്കുകയാണ്. ആ കിടക്കുന്നിടത്ത് കഴിഞ്ഞ് രക്തം ഇങ്ങനെ ഒഴുകി കിടക്കുകയാണ്. അപ്പോൾ ആ അവസ്ഥ ചേട്ടനൊന്നും ആലോചിച്ച് എനിക്ക് അടുത്തോട്ട് ചെല്ലാൻ പേടി. ഞാനവിടെ കുത്തിയിരുന്ന് അലറി വിളിക്കുക ചെയ്യുന്നത്. കാര്യം എൻ്റെ മുൻപേ എൻ്റെ വീട്ടിലുള്ളവർ പോയിട്ടുണ്ട്. ആ വണ്ടിയാണോ എന്താണ് സംഭവിച്ചത്? ഒരു കറുത്ത കാറ് ആണെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ ഇടിച്ച് തെറിപ്പിച്ചിട്ട് അവൻ അങ്ങോട്ട് മാറ്റിയേ നിർത്തിയത്. അവൻ അങ്ങോട്ട് മാറ്റി നിന്ന് പോയതായിരിക്കാം മേ ബി. അപ്പോൾ ആൾക്കാർ നോർമലി ഇന്ന് ആരാ എന്താണെന്ന് ചോദിച്ച് ദേഷ്യപ്പെടുമല്ലോ. അമ്മാതിരി ഇടിച്ചിട്ടാണ്. അല്ല വണ്ടിയുടെ നിയന്ത്രണമല്ല, അവന് ബോധമില്ലായിരുന്നു. അപ്പോൾ ഈ ആളിനെ ആംബുലൻസൊക്കെ വരാനൊരു 20 മിനിറ്റ്സൊക്കെ കഴിഞ്ഞു. അപ്പോൾ ആംബുലൻസ് വരുമ്പോൾ ആംബുലൻസ് കയറ്റുമ്പോൾ ആൾക്കാരെ കാല് വെച്ച് തുഴിക്കുക, ചീത്ത വിളിക്കുക. അവൻ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. അവൻ കാണിച്ചാൽ ഞാൻ ഇന്നും ഈ ക്രിസ്മസ് ദിവസം ആയിട്ടിരിക്കെ ഞാനതിൽ നിന്ന് റിക്കവറായിട്ടില്ല. അതിൻ്റെ ഓപ്പോസിറ്റ് ഒരു കടയിലുണ്ടായിരുന്നവർ വെളിയിലോട്ട് ഇറങ്ങിയിട്ട് ഈ രക്തത്തിൽ കുളിച്ച് നിൽക്കുന്ന മനുഷ്യനെ കണ്ടിട്ട് അവർ വല്ലാതായി. അവർക്കൊന്നും പറ്റുന്നില്ല അടുത്തോട്ട് ചെല്ലാൻ. ഞാൻ അവിടെ റോഡ് സൈഡിൽ ഇരുന്ന് കരയുകയാണ് ചെയ്യുന്നത്. അപ്പം അത് നേരിലുണ്ട്. എൻ്റെ ജീവിതത്തിൽ ഞാനിങ്ങനെയൊന്നും കണ്ടിട്ടില്ല. അപകടങ്ങൾ ഒരുപാട് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇങ്ങനത്തെ ഒരു ഭീകരമായ ആ കിടപ്പുണ്ടല്ലോ, ഒരു ആകാശനീല പോലത്തെ കളറിലൊരു വട്ടത്തിൽ എന്തോ ഒരു പഴന്തുണി കിടക്കുന്ന പോലെ ചോരയിൽ കുളിച്ചിട്ടൊരു മനുഷ്യൻ. നമ്മുടെ അച്ഛനോ അങ്ങനെയാണെങ്കിൽ നമ്മൾ സഹിക്കുമോ? എന്നിട്ട് ഇവൻ ഷോ കാണിച്ചാൽ നമ്മൾ അടങ്ങിയിരിക്കുമോ? ആ മുകേഷ് എന്ന് പറഞ്ഞ അദ്ദേഹം ഇട്ടിരിക്കുന്ന വീഡിയോ കണ്ടോ? അതൊരു സാധാരണക്കാരന് വണ്ടി നിയന്ത്രണം വിട്ടു പോയതല്ല. അല്ലെ ഇറങ്ങിയിട്ട് സോറി എനിക്ക് അബദ്ധം പറ്റിപ്പോയി എന്നൊരു വാക്കല്ല അവൻ പറയുന്നത്. അവൻ ഷോ കാണിക്കുകയാണ്. അവർക്ക് ചീത്ത വിളിക്കുകയാണ്. അവൻ ആരാന്ന് തന്നെ അവന് ബോധമില്ല. അവൻ വസ്ത്രം ധരിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ അവൻ എവിടെയാണ് നിൽക്കുന്ന ടൈമല്ല, ഒരു ബോധവുമില്ല. എനിക്ക് തോന്നുന്നു കള്ള് കുടിച്ചിട്ടുള്ളവർ ഇങ്ങനെ അങ്ങ് ബോധമില്ലാണ്ടാവുമോ? അവന് നിൽക്കാൻ വയ്യ. അവനെ ആരും പിടിച്ച് കിടത്തിയല്ല, അവൻ നിന്ന് കുഴഞ്ഞ് വീണതാ. എന്നിട്ട് അവിടെ കിടന്നുകൊണ്ട് അടുത്തോട്ട് ചെല്ലുന്നവരെ തൊഴിക്കുക, ചീത്ത വിളിക്കുക. ഒരാൾ രക്തത്തിൽ കുളിച്ച് എനിക്ക് തോന്നുന്നു ആ മനുഷ്യൻ മരിച്ചു പോകുന്ന. അങ്ങനെ കിടക്കുമ്പം ആൾക്കാർ കൈവെക്കുന്നതാണോ തെറ്റ്? അതിനെ ന്യായീകരിച്ചുകൊണ്ട് ഓരോരുത്തരുടെ വീഡിയോ കാണുമ്പോൾ സങ്കടം വരികയാണ്. നമുക്ക് നമ്മുടെ അഭിപ്രായം പറയാൻ വേറൊരു സ്പേസ് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് പറഞ്ഞത്. ഇതൊക്കെ ഹാൻഡിൽ ചെയ്യുന്ന ഒരാളെന്ന നിലയിൽ ഇനി നമുക്കിപ്പോൾ നമ്മളുടെ ഇങ്ങനത്തെ നമ്മൾ കണ്ടായപ്പോൾ എനിക്ക് മറ്റൊരാളോട് ഇതുപോലെ പറയാനില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. ഇന്നത്തെ ഒരു ദിവസം ഇതുവരെ അത് കണ്ടു നിന്നാൽ ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾക്ക് ആർക്കും ഒന്നിനും പറ്റിയിട്ടില്ല. ഇപ്പോഴും പേടിയാണ്. ആ മനുഷ്യൻ ഉറപ്പായിട്ടും ആ മനുഷ്യൻ മരിച്ചു പോകും. കാര്യം അയാളുടെ നട്ടെല്ലും തലയുടെ പുറവശമൊക്കെ അടിച്ച് ചേതറി പണ്ടാറായിട്ടുണ്ട്. അങ്ങനെ നമുക്ക് പറയാൻ വാക്കുകളില്ല. ആ ഒരു ഇൻസിഡൻറ്റ് നേരിട്ട് കണ്ടിട്ടുണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ഈ വീഡിയോസ് ഈ രീതിയിലൊന്നല്ല. അവൻ്റെ ഉറപ്പാണ് അവൻ മദ്യപിച്ചിട്ട് മാത്രമല്ല. ഒരു പക്ഷേ ക്രിസ്മസാണ്, ആണുങ്ങൾ കുട്ടികൾ മദ്യപിക്കാം, എന്തോ ആവാം, അതൊക്കെ ആർക്കും ആവാം. അതിനൊന്നും നമ്മൾ ഒരാൾ പറഞ്ഞു എഴുതിയിട്ട് ആരും നിർത്താനും പിടിക്കാനും ഒന്നും പോകുന്നില്ല. അത് എന്തോ ആയിക്കോട്ടെ, അതൊക്കെ അവരുടെ പേഴ്സണൽ ഇഷ്ടങ്ങളാണ്. അത് എന്ത് വൃത്തിയിടും? അത് ഒന്നെങ്കിൽ അവൻ്റെ വീട്ടിൽ, അല്ലെങ്കിൽ അവന് ആ ഒരു അവസ്ഥയിലാണെങ്കിൽ അവൻ ഇവിടുന്നാണോ ചങ്ങനാശ്ശേരിയിൽ നിന്ന് ഇങ്ങോട്ട് വന്നിടത്ത് 4 ആൾക്കാരെ ഇടിച്ച് തെറിപ്പിക്കാൻ പാവശ്യം ഈ വണ്ടി. കാര്യം ഈ ആക്സിഡൻറ്റിന് ശേഷം ഇവനാണെന്ന് അറിഞ്ഞപ്പോഴാണ് ആൾക്കാർ ഈ വണ്ടി എന്നെ ഇടിക്കാൻ തുടങ്ങിയതാണ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതൊന്നും നമ്മൾ കണ്ടിട്ടില്ല, കാണാത്ത കാര്യത്തിൽ. പക്ഷേ ഇതെൻ്റെ കണ്ണ് മുന്നിൽ ഞാൻ ഇന്നലെ കണ്ടതാണ്. ഇന്നലെ ഇന്ന് ഈ സമയം വരെ എത്തിയിട്ട് അതിൽ നിന്ന് ഞാൻ റിക്കവറായിട്ടില്ല. ഞാൻ ഇന്ന് രാവിലെ ആദ്യം ന്യൂസ് നോക്കുന്നത് ആ മനുഷ്യൻ ജീവനോടുണ്ടോ എന്നുള്ളതാണ്. ഇവനാണെന്നൊക്കെ പിന്നീടാണ് നമ്മൾ അറിയുന്നത്. നമുക്ക് അന്നേരം ആ മനുഷ്യനെ മാത്രമാണ് നമ്മുടെ മുന്നിൽ സെലിബ്രേറ്റീവ് അങ്ങനെയുള്ള കാര്യം ആരുമില്ല. നമ്മുടെ മൈൻഡിലൊന്നും വരില്ല. നമ്മൾ ആ മനുഷ്യനെ മാത്രമേ കാണുന്നുള്ളൂ. ആ മനുഷ്യനെ നോക്കാൻ പറ്റത്തില്ലെന്നേ. അങ്ങനെയാണ്. അങ്ങനെയൊക്കെ രക്തത്തിൽ ഇങ്ങനെ കുതിർന്ന് കിടക്കുകയാണ്. നമുക്കറിയാം ഒരു ആക്സിഡൻറ്റിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ എൻ്റെ ഫാമിലിയിൽ ഉണ്ടായിട്ടുള്ളതാണ്. ആൾക്കാർക്ക് കണ്ണ് പോയി അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ തീവ്രത എത്രയുണ്ടെന്ന് ഞങ്ങൾക്ക് അറിയാം. അത് മദ്യപിച്ച് അല്ല, ഒരു ഡ്രൈവർക്ക് പറ്റുന്ന അബദ്ധങ്ങൾ കൊണ്ടും ഒക്കെയാണ് സംഭവിച്ചിട്ടുള്ളത്. ഒരു ഡ്രൈവർ കൂടി നിന്ന് ഓടിച്ച ആൾക്ക് പറ്റിയ അബദ്ധം കൊണ്ട് ഒരു കണ്ണ് മൊത്തം പോയ ഒരു വ്യക്തിയുടെ ഫാമിലിയാണ് ഇത്. ഞങ്ങൾക്ക് അതുകൊണ്ട് അത് നമ്മളാരെയും അത് മദ്യപിച്ചിട്ടൊന്നുമല്ല ആ ആൾ വണ്ടി ഓടിച്ചത്. അയാൾ ഇരുന്ന ഭാഗമാണ് ഓടിച്ചത്. ഇപ്പുറ സ്ഥലത്തിരുന്നിട്ടാണ് ഈ കണ്ണും ഒക്കെ പോയത്. അതിൻ്റെയൊക്കെ വിഷമം എന്താണെന്ന് അറിയാം. അപ്പോൾ ആ മനുഷ്യൻ്റെ അവസ്ഥയോ ഇനി അദ്ദേഹം ഒരിക്കലും എണീക്കാൻ പറ്റില്ല. അമ്മാതിരി ഇടിയാണ്. ഇടിച്ചിട്ട് ഒരു പൊങ്ങൽ പൊങ്ങി ബോള് പോകുന്ന പോലെ പോയിട്ടാണ് താഴെ വന്ന് ഇടിച്ച് വളഞ്ഞ് ചുരുണ്ട് കിടക്കുന്നത്. ഒരു അനക്കം പോലും ഇല്ല. അന്നേരം കോട്ടയം മെഡിക്കൽ കോളേജിലോട്ടാണ് കൊണ്ടുപോയതെന്ന് പറയുന്നത്. പിന്നീടൊന്നും നമുക്കറിയാനുള്ള ഇതില്ല. കാര്യം അവിടുന്ന് എന്നെ എണീപ്പിച്ച് കൊണ്ടുവരാൻ എൻ്റെ വീട്ടുകാർക്ക് ബുദ്ധിമുട്ടേണ്ടി വന്നു. ആ ഒരു അവസ്ഥയിലായിരുന്നു ഞാനപ്പോൾ. ശരിക്കും ഈ വീഡിയോ ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ രാവിലെ തന്നെ മെസ്സേജ് അയക്കണം എന്നൊക്കെ തോന്നിപ്പോയി. പക്ഷേ എനിക്ക് ഇന്നലയ്ക്ക് ശേഷം അത് കണ്ടതിന് ശേഷം നമ്മുടെ മനസ്സിൽ നിന്ന് പോകണ്ടേ? നമ്മുടെ മനുഷ്യനല്ലേ നമ്മളൊക്കെ. എന്നിട്ട് ഇവനെയൊക്കെ ന്യായീകരിക്കുന്നു. നാട്ടുകാർ കൈവച്ചു. ഇങ്ങനെയൊക്കെയാണോ ചെയ്യുന്നത്? നിയമം കയ്യിലെടുത്തു, കാലിലെടുത്തു എന്ന്. അപ്പോൾ ഇവനൊക്കെ കാണിക്കുന്നതോ? ഇവനൊക്കെ എന്തും മയക്കുമരുന്നും എന്തും അന്ന എന്ന് പറഞ്ഞാൽ അവരുടെ ഇത് കണ്ടില്ലേ?
അവരുടെ വീഡിയോയിൽ കണ്ടില്ലേ നമ്പർ 80 ഇവനൊക്കെ എന്താണെന്ന് അതിൽ നിന്ന് മനസ്സിലാക്കിക്കൂടെ? അപ്പം ഉറപ്പായിട്ടും പരിശോധിക്കും. ഇവർ ഫിനാൻഷ്യലി ഭയങ്കര റിച്ചാണ്, ഭയങ്കര ഹൈ ഫാമിലിയാണ്, അതുകൊണ്ടൊക്കെ കേസൊക്കെ ഇതൊക്കെ ആവുമായിരിക്കും. പക്ഷേ മയക്കുമരുന്നും ഒക്കെ ആയിട്ട് ഇങ്ങനത്തെ സീരിയൽ സിനിമ ഫീൽഡിൽ ഇഷ്ടം പോലെ എണ്ണങ്ങൾ ഇങ്ങനെ നശിച്ചിറങ്ങുന്നുണ്ട്. നാശങ്ങൾ തന്നെ തീരില്ല. ഈ ഇടിച്ചിട്ട് അവനങ്ങ് തീരുകയാണെങ്കിൽ നമുക്ക് ഇത്ര ദണ്ണം വരില്ല. ഒരു ലോട്ടറി കച്ചവടക്കാരൻ നിരപരാധി വെയിലും കൊണ്ട് നടന്ന് കഷ്ടപ്പെട്ട് അവൻ്റെ വീട്ടിൽ ഭക്ഷണം നോക്കുന്ന മക്കളെ നോക്കുന്നൊരുത്തൻ്റെ ജീവിതമാണ് ഇവനൊക്കെ കാരണം പോയത്. നിങ്ങൾ കേട്ടല്ലോ, ഈ നാറിയുടെ കാട്ടിക്കൂട്ടിയ കാര്യങ്ങൾ കേട്ടല്ലോ. ഇത്രയും പോക്കത്തനം കാണിച്ചിട്ട് ഇവരെ നാട്ടുകാർ ഇങ്ങനെ വെറുതെ വിട്ടല്ലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. നിങ്ങളൊന്നും ആലോചിക്കുക. ഇവനെ ന്യായീകരിക്കുന്ന ആൾക്കാർക്ക് എനിക്ക് ചോദിക്കാനുള്ളത് ഒറ്റ ചോദ്യമുള്ളൂ. നിങ്ങളുടെ വീട്ടിലുള്ള ഒരാളെ അല്ലെങ്കിൽ നിങ്ങളെയാണ് ഇടിച്ച് ഇതുപോലെ പത വരുത്തിയിട്ടേക്ക് നിങ്ങൾ ഇവനെ കൈയും കൊടുത്ത് ഷേക്കൻഡും കൊടുത്ത പോട്ടാ മക്കളെ നിനക്ക് അറിയാതെ പറ്റിയല്ല എന്ന് പറഞ്ഞ് വിടുവോ? പ്രത്യേകിച്ച് ഇപ്പൊ അറിയാതെ നമ്മളൊരു ആക്സിഡന്റ് ഉണ്ടായെങ്കിൽ നമ്മൾ അടിച്ചിട്ട് കാര്യമില്ല, അതിൽ ന്യായമില്ല. അതിപ്പം ഞാനും എൻ്റെ വേണ്ടപ്പെട്ട ഒരാളും കൂടെ നിൽക്കുന്ന സമയത്ത് വേറൊരുത്തൻ ലെവലും കെട്ട് അറിയാണ്ട് എന്തെങ്കിലും കൈവത്തത്തിൽ നിന്ന് വണ്ടി കയ്യിൽ നിന്ന് പോയി വന്ന് ഇടിച്ചതാണെങ്കിൽ ഓക്കെ, അത് നമുക്ക് പറയാം, കാര്യമില്ല, മനുഷ്യന്റെ കാര്യമില്ല, നമുക്ക് പറയാൻ പറ്റത്തില്ല, ആക്സിഡന്റ് അല്ലേ റാൻഡം ഉണ്ടായെന്ന് പറയാം. പക്ഷെ വെള്ളം അടിച്ചുകൊണ്ട് ഒരു മോൻ വന്നിട്ട് ഇമാതിരി തോന്നിവാസം കാണിച്ച് കഴിഞ്ഞാൽ അവൻ എങ്ങനെ ന്യായീകരിക്കാൻ പറ്റുന്നു? ഞാനിത് പോട്ട് പുല്ലെന്ന് പറഞ്ഞ് വിട്ടാ കണ്ടല്ല, വേറെ ഒന്നും കൊണ്ടല്ല. ഇനിയിപ്പോ ക്രിസ്മസ് ആയതുകൊണ്ട് അടിച്ചുകൊണ്ട് ഇറങ്ങിയായിരിക്കും എന്ന് പറഞ്ഞിട്ട് അത് ന്യായീകരിക്കാൻ പറ്റത്തില്ല. ഞാൻ അപ്പോഴും പറഞ്ഞു അവന്റെ ക്രെഡിബിലിറ്റിയാണ് അവൻ കളഞ്ഞു കുളിച്ചത് എന്നുള്ള രീതിയിലാണ് സംസാരിച്ച് പോയത്. പക്ഷെ ഇപ്പൊ അങ്ങനല്ല. അവനെ പിടിച്ച് മറ്റേ കഴുത്തി ഞെക്കി അങ്ങേര് എന്തോ വലിയ അപരാധം ചെയ്തു, അങ്ങേര് ലോകത്തിലെ ഏറ്റവും വലിയ കുറ്റവാളി എന്നുള്ള രീതിയിലായി. അങ്ങേരെ പേരിൽ ഇവൻ കേസ് കൊടുത്തു കഴിഞ്ഞാൽ അങ്ങേര് പെടും. ഈ ഒരു സെറ്റപ്പിലായി സംസാരം. അത് നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റുമോ? അത് ന്യായീകരിക്കാൻ പറ്റുന്ന കാര്യമില്ല. പോക്കൃത്തനമാണ് ഈ നാല് കാണിച്ചിട്ടുള്ള ശുദ്ധ പോക്കൃത്തനമാണ്. അവനെ കുറ്റം പറയാണ്ട് അല്ലെങ്കിൽ അവൻ ചെയ്ത തെറ്റിനെ ചൂണ്ടിക്കാണിക്കാണ്ട് അവനെ പിടിച്ചടിച്ച നാട്ടുകാരെ പറയുന്നുണ്ട്. നാട്ടുകാരല്ലെങ്കിലും എന്തെങ്കിലും നല്ല കാര്യം ചെയ്ത് കഴിഞ്ഞാൽ ഷൊണ്ണത്തനം കാണിക്കാൻ വേണ്ടിയിട്ട് കുറെ എണ്ണം നാട്ടുകാരെ കുറ്റം പറയാനായിട്ട് കുറെ എണ്ണം കെട്ടി എഴുന്നള്ളി വരുമല്ലോ. അത് പിന്നെ സ്ഥിരമുള്ള പരിപാടിയാണല്ലോ. ഇനി വേറൊരു ലേഡി പ്രതികരിച്ചിട്ടുണ്ട്. ആ സ്പോട്ടിൽ ഉണ്ടായിരുന്ന ലേഡിയാണ്, ടോക്ക് വിത്ത് ഐശ്വര്യ എന്ന് പറയുന്ന ഒരു ലേഡിയാണ് പ്രതികരിച്ചിട്ടുള്ള ഈ വിഷയവുമായി ബന്ധപ്പെട്ട്. നിങ്ങൾ കേട്ടു നോക്ക്, കേട്ടിട്ട് ബാക്കി പറ. നമസ്കാരം, ഞാൻ ഐശ്വര്യയാണ്. എൻ്റെ പേര് ഐശ്വര്യ ലക്ഷ്മി എന്നാണ്. അപ്പം ആർക്കും എന്നെ അറിയാൻ സാധ്യതയില്ല. കാരണം ഞാൻ പ്രത്യേകിച്ച് സെലിബ്രിറ്റിയുമല്ല, വേറൊരു തരത്തിലും പ്രശസ്തയും ഒന്നുമല്ല. അപ്പോൾ ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യാൻ കാരണം, ഇന്നലെ ഞാനൊരു ആക്സിഡന്റ് എൻ്റെ കൺമുന്നിൽ കണ്ടു. ഞാൻ കോട്ടയം ലുലുവിൽ നിന്ന് വരുന്ന സമയത്ത് നമ്മുടെ സിദ്ധാർത്ഥ് എന്ന് പറഞ്ഞ നടൻ ഓടിച്ച കാറ് ഇടിച്ച് ഒരാള് തെറിച്ച് പോയി വീണ് എന്റെ കണ്ണു മുന്നിലാണ് ഞാനിത് കണ്ടത്. അപ്പോ ഒരുപാട് നടന്മാരും നടികളും ഒക്കെ അതിനെ ന്യായീകരിച്ചുകൊണ്ടുള്ള വീഡിയോസ് ഒക്കെ കണ്ടു. ഇറ്റ്സ് ഓക്കെ. നിങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്ന ഒരാളെ ഇങ്ങനൊരു സംഭവം ഉണ്ടായപ്പം നിങ്ങൾ വിചാരിക്കുന്നത് എന്താണെന്നറിയോ? സാധാരണക്കാര് അല്ലാത്തത് കൊണ്ട്, അങ്ങനെ ഒരു സെലിബ്രിറ്റി ആയതുകൊണ്ട് സാധാരണക്കാര് അതിന് ഒരു കൈവയ്ക്കാൻ അവസരം കിട്ടിയപ്പോൾ ചെയ്തു എന്നാണ്. ഒരിക്കലുമല്ല കേട്ടോ, ഒരിക്കലുമല്ല. അങ്ങനെയൊന്നും അല്ല. ഇത് ഒരു ജെറ്റ് വരുന്ന പോലെയാണ് ഈ കാർ വന്നത്. ഇങ്ങനെ ഒരു കാറ് വരുന്നുണ്ട് എന്ന് പോലും നമുക്ക് മനസ്സിലാവില്ല. ഒരു സാധനം ഷൂന്ന് വന്നിട്ട് റോഡിന്റെ സൈഡിൽ കൂടി നടന്നു പോയ മനുഷ്യനെ ഇടിച്ച് തെറിപ്പിച്ചിട്ട് അയാൾ ഒരു ഹൈറ്റിൽ പോയിട്ട് നടുക്കൂടുള്ള ലൈനിന്റെ ഇപ്പുറത്ത് വീണിട്ട് രക്തത്തിൽ കുളിച്ചിട്ട് ഇങ്ങനെ വളഞ്ഞു കിടക്കുകയാണ്. അത് കണ്ട ഞാൻ 2 ചെവി പൊത്തി അലറുമായിരുന്നു ഇപ്പുറത്തെ സൈഡില്. അപ്പോ ആ മനുഷ്യൻ കിടക്കുന്നതിന്റെ ഇപ്പുറ സൈഡിൽ മൊത്തം ബ്ലഡ്. അവിടുന്ന് ഒരു വെയിറ്റിംഗ് ഷെഡിന്റെ സൈഡ് ഭാഗം കൂടി ഇടിച്ചിട്ടാണ്. ആ വെയിറ്റിംഗ് ഷെഡിൽ ഒരു മനുഷ്യൻ നിൽപ്പുണ്ട്, അയാൾ ചാടി, അതുകൊണ്ട് അയാൾ രക്ഷപ്പെട്ടു. വെയിറ്റിംഗ് ഷെഡിന്റെ സൈഡ് കൂടി ഇടിച്ചിട്ടാണ് ഈ കാറ് പോയി നിൽക്കുന്നത്. ഓക്കെ. അപ്പോ ആൾക്കാർ കൂടി വന്നു. ആൾക്കാർ ഇവനെ പിടിക്കാനല്ല പോയിട്ടുള്ളത്, ഈ മനുഷ്യനെ തന്നെയാണ് എല്ലാവരും നോക്കിയിട്ട് ആൾക്കാർക്ക് തൊടാൻ തന്നെ ഭയം. നമുക്ക് പിടിച്ചെണ്ണയിപ്പിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയൊന്നുമല്ല. ഒരു ചെറിയ അപകടമോ അല്ലെ ഇടിച്ചിട്ട് വീഴുവോ അങ്ങനെ ഒന്നും അല്ല ആ സംഭവം. അയാൾക്ക് തക്കതായ അപകടം സംഭവിച്ചിട്ടുണ്ട്. കാരണം അയാളുടെ ബാക്കിലാണ് ഇടിച്ചിട്ടാണ് ഈ ഹൈറ്റിൽ പോയിട്ട് ഈ താഴെ വന്നിരിക്കുന്നത്. നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്തേ, നിങ്ങളുടെ അച്ഛൻ ജോലി കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് സാധനം വാങ്ങിക്കാൻ പോകുമ്പോ അല്ലെ നിങ്ങളുടെ ഭർത്താവിന് ഈ ഒരു അവസ്ഥ ഉണ്ടായാൽ നിങ്ങൾ സഹിക്കുമോ? അപ്പോ ഇവൻ കാറിൽ നിന്ന് ഇറങ്ങിയ ആളോ മാന്യന് നിക്കാൻ കൂടി വയ്യ. നിക്കല്ല, അവൻ ആരാണെന്ന് തന്നെ അവന് ബോധമില്ല. അവൻ മദ്യപിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ചെയ്യേണ്ടത് അവന്റെ വീട്ടിലിരിക്കണം. ഇവൻ മദ്യപിച്ച് ഡ്രൈവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ മുന്നോട്ട് പോകാൻ പറ്റുന്നില്ലെന്നാണ്ട് എവിടെയെങ്കിലും നിർത്തണം, അല്ലെ അവന്റെ ഫ്രണ്ട്സിനെ കോൾ ചെയ്ത് വരുത്തണം. എന്തൊക്കെ ഓപ്ഷനുണ്ട് ഒക്കെ പോട്ടെ. ഇവൻ ഇടിച്ചു ഒരാൾക്ക് ഇത്രയും വലിയൊരു അവസ്ഥയിൽ കിടക്കുകയാണ്. ഇവൻ എന്താ ചെയ്യേണ്ടത്? ആള് കൂടുന്നു എന്ന് കാണുമ്പോ അറ്റ്ലീസ്റ്റ് സോറി,
എനിക്ക് പറ്റിപ്പോയി, നമുക്ക് എന്താ വെച്ചാൽ വേഗം ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും, അങ്ങനെയാ പറയുന്നത്. അവൻ അവിടെ കാണിക്കുന്ന ഷോ, അവന്റെ വായിൽ നിന്ന് വീഴുന്ന വാക്കുകൾ, അവൻ ആൾക്കാരെ തൊഴിക്കാൻ ചെല്ലുന്നു. അപ്പൊ പിന്നെ ആൾക്കാർ കൈയും കെട്ടി നോക്കിക്കണോ? സീരിയൽ നടനല്ല, സെലിബ്രിറ്റി ആണെന്ന് പറഞ്ഞുകൊണ്ട് എന്ത് വേണം? അവനെ എന്താ ചെയ്യേണ്ടത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്ക്. എന്റെ ആരെങ്കിലും ആണ് ആ അവസ്ഥ കിടക്കുന്നെങ്കിൽ ചെയ്തവൻ ഇങ്ങനെ കാണിച്ചാൽ അവനെ ഞാൻ വെച്ചേക്കത്തില്ല. ആൾക്കാർക്ക് അത് കണ്ടു നിന്ന മനുഷ്യർ അവന് നിൽക്കാൻ വയ്യ, അത് പൊയ്ക്കോട്ടെ, അവന് നിൽക്കാൻ വയ്യ എന്നുള്ളത് പൊയ്ക്കോട്ടെ, അവന്റെ വായിന്ന് വീഴുന്ന വാക്കുകളും അത്രയും മോശമാണ്. അല്ലാതെ അവൻ അവിടെ സംഭവിച്ചു പോയി അതിനെ എങ്ങനെയെങ്കിലും ഓവർകം ചെയ്ത് പോണം എന്നല്ല അവൻ അവിടെ ചിന്തിക്കുന്നത്. അവൻ നിയമവും കോടതിയൊക്കെ അവിടെ പറഞ്ഞു. ഒരു മനുഷ്യന്റെ ജീവനാണ് അപ്പുറത്ത് പോയിക്കൊണ്ടിരിക്കുന്നത്. കോട്ടയം മെഡിക്കൽ കോളേജിലോ മറ്റോ അദ്ദേഹത്തിനെ കൊണ്ടുപോയി. ഞാൻ ഇന്നും അതിൽ നിന്ന് റിക്കവർ ആയിട്ടില്ല. സമയത്തോട് സമയം കഴിഞ്ഞു. ഇന്നലെ ഈ സമയത്ത് നടന്നതാണ്. നിങ്ങളുടെ സഹപ്രവർത്തകരാണ്, അവരെ സപ്പോർട്ട് ചെയ്യണം, ഒക്കെ നല്ലതാണ്, അംഗീകരിക്കുന്നുണ്ട്. പക്ഷെ ഇതറിയാതെ പറ്റിയ അബദ്ധമൊന്നും അല്ല കേട്ടോ. കുടിച്ച് വെളിവ് കെട്ട് വാഹനം ഓടിച്ച് ഇടിച്ച് തെറിപ്പിച്ച് തകർത്ത് തരിപ്പണമായി രക്തത്തിൽ കുളിച്ചൊരുത്തൻ കിടക്കുമ്പോൾ ഇവൻ ഏതെങ്കിലും തരത്തിൽ മോശമായ വാക്കുകളും പ്രവൃത്തികളും ചേഷ്ടകളും കാണിക്കുമ്പോൾ ചുറ്റും നിൽക്കുന്നവരെ പ്രവോക്കഡ് ആവും. അപ്പൊ അവന് നേരെ നിൽക്കാൻ വയ്യ, കാറ്റടിച്ച് അവൻ വീഴും. അപ്പോ അവൻ തന്നെ നിന്നിട്ട് ഉരുണ്ട് വീഴുകയാണ്. എന്നിട്ട് നാട്ടുകാരെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. സെലിബ്രിറ്റി ആയതുകൊണ്ടല്ല ഇത് ചെയ്തത്. ഇതാര് ചെയ്താലും സമൂഹം ഇങ്ങനെ തന്നെ ചെയ്യും. ഇത് കണ്ടു നിന്ന, എന്റെ ഭീകരാവസ്ഥ കണ്ടു നിന്നൊരു വ്യക്തിയാണ് ഞാൻ. നിങ്ങളൊക്കെ ന്യായീകരിക്കുന്ന കാണുമ്പോൾ ഒത്തിരി വിഷമം തോന്നുന്നു. ഇത്രമേൽ അത് നിങ്ങൾ ചോദിക്കുന്നുണ്ട്, പല സെലിബ്രിറ്റീസും ചോദിക്കുന്നു, നാണമില്ലേ നിങ്ങൾക്ക്, കേരളമേ, നാടെ, മനുഷ്യരെ, മലയാളികളെ നാണമില്ലേ എന്ന്. ഞാനും അതാ ചോദിക്കുന്നത്. ഇവനൊന്നും മനുഷ്യത്വമില്ലേ? നീ കള്ളു കുടിക്കുവോ കഞ്ചാവ് അടിക്കുവോ എന്ത് വേണമെങ്കിൽ ചെയ്യും, അത് നിന്റെ കുടുംബം നശിച്ചോട്ടെ. പക്ഷെ അത്താഴ പട്ടിണിക്കാരൻ ജോലിയും കഴിഞ്ഞ് അവന്റെ വീട്ടിലേക്ക് സാധനം വാങ്ങിക്കാൻ ഇറങ്ങിയവനെ ഇടിച്ച് തെറിപ്പിച്ചിട്ടിട്ട് നീ അവിടെ ഷോ കാണിച്ചാൽ ജനങ്ങൾ കൈവെക്കുക തന്നെ ചെയ്യും. അങ്ങനെയാണ്. അതിനാരും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അത് സീരിയൽ നടനായതുകൊണ്ടല്ല, സീരിയൽ നടനായതുകൊണ്ട് ചെയ്യാണ്ടിരിക്കണം എന്നുമില്ല. അത്രയേ ഉള്ളൂ. ഇത്രയെങ്കിലും കണ്ടു നിന്ന ഒരാളെന്ന നിലയിൽ അത് പറഞ്ഞില്ലെങ്കിൽ എനിക്ക് തന്നെ ഒരു മനസാക്ഷി കുത്ത്. ഇന്ന് നമ്മള് ഇൻസ്റ്റ തുറക്കുമ്പോൾ യൂട്യൂബിലും ഒക്കെ ഇതേ ഉള്ളൂ. എങ്ങനെ ഇവരെയൊക്കെ വെള്ളയടിക്കാൻ നിങ്ങൾക്ക് തോന്നുന്നു? അറ്റ്ലീസ്റ്റ് നിങ്ങൾ ആ മനുഷ്യൻ എന്ത് പറ്റി, അവിടെ സംഭവിച്ചത് എന്താണെന്നെങ്കിലും നിങ്ങൾ അറ്റ്ലീസ്റ്റ് പോലീസ് സ്റ്റേഷനിലെങ്കിലും ഒന്ന് വിളിച്ച് തിരക്കിയിട്ട് നിങ്ങൾ സംസാരിക്കും. എന്തായാലും സിദ്ധാർത്ഥ് പോലും, അയാൾക്ക് സാമ്പത്തികമുണ്ട്, അയാൾ സെലിബ്രിറ്റിയാണ്, അല്ല ഇൻഷുറൻസ് കമ്പനി അതിന് സമാധാനം പറഞ്ഞോളും. പക്ഷെ അവിടെ ഉണ്ടായത് നിങ്ങളുടെയൊക്കെ വീട്ടിലെ അച്ഛനോ സഹോദരനോ ഭർത്താവിനോ ആണെങ്കിലും നിങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കുമോ പ്രതികരിക്കുന്നത്? ഒന്ന് ചിന്തിക്ക്. സെലിബ്രിറ്റി എന്ന് വെച്ചാൽ ദൈവവും ഇന്ത്യൻ പ്രധാനമന്ത്രിയൊന്നുമല്ല. ഇനി ഇന്ത്യൻ പ്രധാനമന്ത്രിയാണെങ്കിൽ പോലും ഒരു സാധാരണക്കാരന് ഈ അനുഭവം ഉണ്ടായാൽ ജനങ്ങൾ ഇങ്ങനെ തന്നെ പ്രതികരിക്കും. ഈ സെലിബ്രിറ്റികളാക്കിയതും ഈ സാധാരണക്കാരാണ്. നിങ്ങൾ ഒരിക്കലും സാധാരണക്കാരന്റെ ശത്രുക്കളല്ല, സാധാരണക്കാരെ സ്നേഹിക്കുന്നതാണ് നിങ്ങളെ. അത്രയെങ്കിലൊക്കെ ചിന്തിക്കും നിങ്ങൾ. ഇത്രയേ ഉള്ളൂ. കേട്ടല്ലോ, ഇതാണ് അവിടെ കണ്ടു നിന്ന ആൾക്കാരുടെ അവസ്ഥ. അവിടെ കണ്ടുനിന്ന് ഓരോരുത്തരും പ്രതികരിക്കുന്നുണ്ട്. പക്ഷെ ഈ മൊണ്ണേഷനെ ന്യായീകരിച്ചിറങ്ങുന്നത് കാണുമ്പോഴാണ് എനിക്ക് ഏറ്റവും കലിപ്പിട. ഇപ്പം എൻ്റെ ഒരു ഫ്രണ്ടിന് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഞാനും ചിലപ്പോൾ അവന്റെ അബദ്ധമാണെങ്കിൽ, അവന്റെ ഭാഗത്താണ് മിസ്റ്റേക്ക് എങ്കിലും ഞാനും ചിലപ്പോൾ അവനെ ന്യായീകരിച്ച് സംസാരിക്കും. എന്ന് വെച്ചിട്ട് ഇതുപോലത്തെ പോക്കർത്തനം ന്യായീകരിച്ച് നാട്ടുകാരുടെ മുന്നിൽ മൊത്തം വീഡിയോ കാണുന്ന രീതിയിലല്ല ഇടേണ്ടത്. ചിലപ്പോൾ നമ്മുടെ സർക്കിളിൽ സ്റ്റേഷനിലെ കേസ് എന്തെങ്കിലുമൊക്കെ ആയിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ന്യായീകരിക്കും, നമുക്ക് അവനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട്. എന്ന് വെച്ചിട്ട് നാട്ടുകാർ മൊത്തം കാണുന്ന വീഡിയോയിൽ വന്നിട്ട് അവൻ പറഞ്ഞതാണ് ശരി, അവൻ ചെയ്തതാണ് ശരി, അവൻ എന്തിനങ്ങനെ ചെയ്യുന്നു, ഇങ്ങനെ പറയുന്നത് ശരിയല്ല. അത് മണ്ടത്തരം. പിന്നെ നമ്മുടെ ജിഷിൻ ചേട്ടനുണ്ട്. ജിഷിൻ ചേട്ടൻ ഈ കേസിന് നമ്മുടെ അട്ടപ്പാടിയിലെ മറ്റേ മധുവിന്റെ കേസില്ലേ, ആഹാരം മോഷ്ടിച്ചതിന് തല്ലിക്കൊന്ന, അതുമായിട്ട് കമ്പയർ ചെയ്തിരിക്കുന്നു. അതിലോട്ട് വരുന്നതിന് മുന്നേ യവനെ പറ്റിയിട്ട്, ഈ സിദ്ധാർത്ഥ് പ്രഭുവിനെ പറ്റിയിട്ട് യൂഷ്വൽ സൈക്കോ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അവന്റെ നേരിട്ടുള്ള അനുഭവം, അവന്റെ ഫ്രണ്ട് സർക്കിളിലാന്ന് അവൻ അറിഞ്ഞ കാര്യങ്ങൾ അവൻ പറയുന്നുണ്ട്. നമുക്ക് അതൊന്ന് കേട്ട് നോക്കാം. സിദ്ധാർത്ഥ് പ്രഭു എന്തെങ്കിലും ഈ ഒരു വീഡിയോ കാണാൻ ഇടയായാൽ ഉറപ്പായിട്ടും അവൻ പറയാനുള്ള സാധ്യതയുണ്ട്. എടേ, ഈ ഇരുന്ന് എന്നെ അരി വറക്കുന്നവനെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്നുള്ളൊരു സാധനം സിദ്ധാർത്ഥ് പ്രഭുവിന്റെ വായിൽ നിന്ന് വീഴാനുള്ള സാധ്യതയുണ്ട്. ഒരു 3-4 ദിവസം മുമ്പ് ഒരു കാർ പോർച്ചിൽ ഞാനിങ്ങനെ നിൽക്കുകയാണ്. സിദ്ധാർത്ഥ് പ്രഭു കാറിൽ ഇങ്ങനെ വരുന്നു. അപ്പൊ എന്നെ കണ്ടിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം വേറൊരാളോട് ചോദിക്കുന്നുണ്ട്, ഏതടേ അവൻ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ടേ. അപ്പൊ അതുകൊണ്ട് തന്നെ എൻ്റെ മോഹം പെട്ടെന്നൊന്നും ചേട്ടൻ മറക്കാനുള്ള സാധ്യതയില്ല. ചേട്ടനൊന്നും വിളിക്കേണ്ട, കുഞ്ഞു പയ്യനാണ്.
അപ്പൊ ഈ പയ്യന്റെ കഥകൾ നിങ്ങൾ അറിഞ്ഞല്ലോ അല്ലേ? കോട്ടയത്ത് വണ്ടി ഇടിച്ച് അവിടെ കിടന്ന് ഒച്ചയും ബഹളവും, എൻ്റെ പൊന്നെ എന്തൊക്കെയാണോ. എനിക്കൊരു പുതുമയൊന്നും തോന്നുന്നില്ല കേട്ടോ അതിനകത്ത്. അത് വേറൊന്നും കൊണ്ടല്ല, നിങ്ങൾ ഈ കുഞ്ഞ് ഇങ്ങനെ അടിച്ച് ഫിറ്റ് ആവും എന്നൊക്കെ വാർത്ത വഴിയായിരിക്കും അറിഞ്ഞത്. പക്ഷെ ഏതാണ്ട് ഒരു 3-4 ദിവസം മുമ്പ് തന്നെ ഈ ഒരു സംഭവം ഞാൻ അറിഞ്ഞപ്പോൾ ഞാനൊന്നും ഞെട്ടി. എടേ എന്ത് ഡീസൻ്റ് ആയിട്ട് നടക്കുന്ന പയ്യൻ, കണ്ടു കഴിഞ്ഞ് ഇവൻ അടിക്കുന്നൊന്നും പറയത്തില്ലല്ലോ, പക്ഷെ ഇവൻ ഇങ്ങനെയാണല്ലേ എന്നൊരു 3-4 ദിവസം മുമ്പ് തന്നെ മനസ്സിലാക്കിയ ഒരു വ്യക്തിയാണ് ഞാൻ കാണുമ്പോൾ. ഇപ്പൊ ഇന്നലെ ഒരു ചേട്ടനെ കൊണ്ട് ഇടിപ്പിച്ചെന്നൊക്കെ പറയുന്നുണ്ടല്ലോ, ആ ഒരു കാർ ഹോണ്ട സിറ്റിയാന്ന് തോന്നുന്നു ഇന്നലെ കൊണ്ട് നീ ചാർത്തിയത്. ഞാനതൊരു 3-4 ദിവസം മുമ്പ് കണ്ടിട്ടുണ്ടായിരുന്നു. ഞാൻ കാണുമ്പോൾ തന്നെ ആ വണ്ടിയുടെ ഫ്രണ്ടൊക്കെ കുറച്ച് ഇടിച്ചു പൊളിച്ചാണ് വെച്ചേക്കുന്നത്. പിന്നെ ഇവനെ കുറച്ച് നന്നായിട്ട് അറിയാവുന്ന ഒരു വ്യക്തി, കുറച്ച് ദിവസങ്ങളോ കുറച്ച് മാസങ്ങളോ ആയിട്ട് അറിയാവുന്ന ഒരു വ്യക്തി എന്നോട് പറഞ്ഞു, ഇടയ്ക്കൊക്കെ അവിടെ ഇവിടെയൊക്കെ കൊണ്ട് ഉരയ്ക്കുന്ന ഒരു പരിപാടി ഈ കൂട്ടുകാരന് ഉണ്ട് എന്നുള്ളൊരു കാര്യം. ഞാൻ ഇവിടെ സൈഡിൽ ഒരു വീഡിയോ ഇങ്ങനെ പ്ലേ ചെയ്തേക്കാം കേട്ടോ, എന്നിട്ട് കഥ പറയാം. ഇന്നലത്തെയാണ്. ഈ ഒരു സാധനം നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമായിരിക്കുമോ? കണ്ടോ, കാറിൽ നിന്നൊക്കെ വലിച്ച് പുറത്തിറക്കിയ സിറ്റി അല്ലേ? ആ സിറ്റി തന്നെയാ വലിച്ച്, ഈ സിറ്റി തന്നെ. അതിന്റെ ഫ്രണ്ടൊന്നും ഇല്ല, ഈ സൈഡല്ല, അപ്പുറത്തെ സൈഡൊക്കെ പോയിരിക്കുന്ന അവസ്ഥയാണ്. കണ്ട, കയ്യിരിപ്പ് അത്ര നല്ലതല്ല. കള്ളു കുടിച്ചോട്ടെ, ഞാൻ കള്ളു കുടിക്കുന്നതിനകത്ത് എതിരല്ല, ഞാൻ ഒന്നും പറയുന്നില്ല കേട്ടോ. വായിട്ട് അലയ്ക്കുക, കയ്യിരിപ്പ് നന്നാവണം മോനെ, കയ്യിരിപ്പ് നന്നാവണം. സീരിയൽ നടനാന്നും പറഞ്ഞ് എന്ത് തോന്നിയാസോ. ചിലപ്പം ഞാനിത് പറഞ്ഞു കഴിഞ്ഞാൽ ചേച്ചിമാർക്കൊന്നും ഇഷ്ടപ്പെടാൻ സാധ്യതയില്ല, പെങ്ങന്മാർക്കൊന്നും പിടിക്കത്തില്ല. കേട്ടല്ലോ, അളിയന്റെ സ്ഥിരം പരിപാടിയാണിത്. ഏത് വണ്ടി ഇടിക്കുക, മറ്റത് മറിച്ചതൊക്കെ ഒരു കഞ്ഞാമിഞ്ഞായിട്ട് അടിച്ച് കിണ്ടിയെ നടക്കുക, ഇതൊക്കെ അളിയന്റെ സ്ഥിരം പരിപാടിയാണെന്നാണ് യൂഷ്വ സൈക്കോ പറഞ്ഞു വെക്കുന്ന സുഹൃത്തുക്കളെ. അതുപോലെ യൂഷ്വ സൈക്കോ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഈ വീഡിയോ കണ്ടതിന് ശേഷമാണ് വിളിച്ച് സംസാരിച്ച സമയത്ത് ഒരുപാട് പേര് അവനെ അറിയാന്നുള്ള ആൾക്കാരടക്കം ഇവന്റെ അടുത്ത് വോയിസുകൾ പറഞ്ഞത് അടക്കം അവന്റെ കയ്യിലുണ്ട്. അവൻ ചിലപ്പോൾ എല്ലാം കൂടി എടുത്ത് അങ്ങ് പടപ്പിക്കും. അങ്ങനെ പടപ്പിക്കുകയാണെങ്കിൽ അവിടെ പോയി ഒന്ന് കണ്ടാൽ മതി. നാളെ ചിലപ്പോൾ അവൻ വീഡിയോ എങ്ങാണ്ട് ഇട്ടാ അത് അപ്പൊ കാണാം. അപ്പം നമ്മളെ പ്രഭു അളിയല്ല, സിദ്ധാർത്ഥ് പ്രഭു അളിയന്റെ സ്ഥിരം പരിപാടിയാണ് ഈ പരിപാടി. അളിയന് കുറച്ച് കാശിന്റെ കുന്തളിപ്പുണ്ട്, അതാണ് അതിന്റെ ഒരു കുത്തിക്കഴപ്പാണ് കാണിക്കുന്നത്. അതുപോലെ ഞാൻ ഇനി നമ്മുടെ ബിഗ് ബോസ് താരം ജിഷിൻ ബ്രോയുടെ ഒരു വീഡിയോ ഒന്ന് കൊടുക്കാം. ജിഷിൻ ബ്രോയുടെ ന്യായീകരണം കേട്ടപ്പോഴേ ഞാൻ വിചാരിച്ച് അണ്ണൻ ഏറി പോകും. സംഭവം അവർ നിഷ്കളങ്കരാണ്, സീരിയസ്ലി ഞാൻ പറയാം. അങ്ങനെ ഒരു പാവം ടൈപ്പാണ്. പക്ഷേ മണ്ടത്തരം കുറച്ച് കൂടുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്, കുറച്ച് കുറുമ്പ് കൂടുന്നുണ്ട്. അതുകൊണ്ടാണ് എടുത്തു ചാടി ഇങ്ങനെ ഒരു പ്രതികരണം ഇട്ടത്. അവിടെ ഇത്രയും വലിയൊരു പോക്കർത്തനം ഇവൻ കാണിച്ചു, ആ സിദ്ധാർത്ഥ് പ്രഭു കാണിച്ചു. വെള്ളം അടിച്ചുകൊണ്ട് കോൺ തെറ്റി ഒരാളെ പോയി ഇടിച്ചു തള്ളിയിട്ട് അയാളെ ക്രിട്ടിക്കൽ സ്റ്റേജിലാക്കി. ഓക്കെ, റാൻഡമായിട്ട് നടന്നൊരു ആക്സിഡന്റ് അല്ല. അവൻ കാണിച്ചിട്ടുള്ള കുത്തിക്കഴപ്പ് കാരണം കൊണ്ടായതാണ്. ഓവർ സ്പീഡായിരുന്നു, വളരെ വിഷയത്തിലാണ് അവിടെ വണ്ടി ഓടിച്ചിട്ട്, മിന്നൽ പോലെയാണ് അവൻ പോയത്. അത്രയും കുത്തിക്കഴപ്പാണ് അവൻ അവിടെ കാണിച്ചിട്ടുള്ളത്. അങ്ങനത്തെ പരിപാടി കാണിച്ച് അവനെ ന്യായീകരിക്കുന്നുണ്ട്. അവനെ ന്യായീകരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ട് അവനെ ന്യായീകരിച്ചല്ല സംസാരിക്കുന്നത്. അവൻ ചെയ്തത് തെറ്റാണെന്ന് പറയുന്നുണ്ട്. പക്ഷേ ജിഷിൻ ബ്രോ ഇവിടെ വേറൊരു കേസ് പറയുന്നുണ്ട്. അതായത് ഇവനെ കുത്തനെ കഴുത്തിന് പിടിച്ചല്ലോ, അങ്ങേര് ചെയ്തത് തെറ്റാണ്, ഇവിടെ നിയമവും പോലീസും ഒക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. ഞാൻ അപ്പോഴാണ് എൻ്റെ ഉള്ളിലെ ചോദ്യം വന്നത്, നമ്മുടെ വീട്ടിൽ ആർക്കെങ്കിലുമാണ് ഇങ്ങനെ സംഭവിച്ചതെങ്കിൽ നമ്മൾ ഇങ്ങനെ പ്രതികരിക്കുമോ? നിയമവും പോലീസും വരട്ടെ, എൻ്റെ വീട്ടിൽ ആളായാലും അവിടെ കിടക്കട്ടെ, നിയമവും പോലീസും വരട്ടെ. അല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ ആളിനെ കൊണ്ടുപോകും ആംബുലൻസിൽ, നിയമവും പോലീസും വന്നിട്ട് ഇവനെ കൈകാര്യം ചെയ്താൽ മതി എന്ന് പറഞ്ഞ് നിൽക്കുക. അങ്ങനെ നിൽക്കുകയാണെങ്കിൽ എനിക്കറിഞ്ഞൂടാ അവരുടെ ഇമോഷൻ എന്താണെന്ന്. ഞാനാണെങ്കിൽ നിൽക്കത്തില്ല. എൻ്റെ വീട്ടിൽ ആർക്കെങ്കിലും ഇത് സംഭവിച്ചെങ്കിൽ ആദ്യം ആംബുലൻസ് അവരെ കയറ്റി വിട്ടിട്ട് വേണം ഇടിക്കും. ഞാൻ അതേ ചെയ്യത്തുള്ളൂ. ഇടിച്ച് ഉളവാക്കുക, എൻ്റെ സമാധാനത്തിനെ ഇടിക്കും. അത് തെറ്റാണെന്ന് ചിലപ്പോൾ നിയമത്തിന് തോന്നുമായിരിക്കും, നിയമത്തിന്റെ മുന്നിൽ അത് തെറ്റ് തന്നെയാണ്. പക്ഷെ എൻ്റെ എത്തിക്സിനും എൻ്റെ മനസാക്ഷിക്ക് മുന്നിൽ, എൻ്റെ സമാധാനത്തിന് മുന്നിൽ അത് തെറ്റല്ല. എന്തായാലും ജിഷിൻ ബ്രോ പറഞ്ഞട്ടെ. ഓക്കെ, നമ്മുടെ ഒരു സഹപ്രവർത്തകൻ സിദ്ധാർത്ഥ്, സഹപ്രവർത്തകനാണ് കേട്ടല്ലോ, ശ്രദ്ധിച്ചോണം, നോട്ട് ദ പോയിന്റ്. സഹപ്രവർത്തകനായതുകൊണ്ട് കുറച്ച് ന്യായീകരിച്ചിറങ്ങിയതാവും, അല്ലെങ്കിൽ എല്ലാവരും കൂടി എടുത്തിട്ട് അലക്കിയപ്പോൾ ജിഷിൻ ബ്രോ ഇറങ്ങിയതാണ്. വേറെ വിഷയമൊന്നുമില്ല, പേടിക്കണ്ട. ആള് നിഷ്കളങ്കനാണ്. കുറച്ച് മണ്ടത്തരമൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ആള് നിഷ്കളങ്കനാണ്. പാവം എടുത്തു ചാടി പറഞ്ഞതാണ്, അത് വിഷയമാക്കണ്ട. അതുപോലെ ജിഷിൻ ചേട്ടന്റെ വൈഫ് രംഗത്ത് വന്നിട്ടുണ്ട് സുഹൃത്തുക്കളെ. അതാണ് നമ്മൾ ഹൈലൈറ്റ് ആയിട്ട് കാണേണ്ട സാധനം. അത് കാണാതെ പോയി കഴിഞ്ഞാൽ നമുക്ക് നഷ്ടമെന്നേ ഞാൻ പറയത്തുള്ളൂ. മദ്യപിച്ചിട്ട് വണ്ടി ഓടിച്ചിട്ട് ഒരാളെ ആ വണ്ടി തട്ടി, അതിന്റെ വീഡിയോ ആയിരുന്നു നിങ്ങൾ ഇത്രയും നേരം കണ്ടിട്ടുള്ളത്. പക്ഷെ ഇതല്ല, ലഘൂകരിക്കുകയല്ല ചെയ്യുന്നത്. ഈ നാട്ടുകാർ ചെയ്ത ഒരു പ്രവൃത്തി, അതാണ് ഭയങ്കര ഭീകരമായിട്ട് എനിക്ക് തോന്നുന്നത്. ഓക്കെ, അങ്ങനെ പറയുന്നുണ്ട്. അതിനെ ലഘൂകരിക്കുകയല്ല ചെയ്യുന്നത്. പക്ഷെ നാട്ടുകാർ കാണിക്കുന്ന പ്രവൃത്തി, നാട്ടുകാർ കാണിച്ച പ്രവൃത്തി നിയമത്തിന്റെ വശത്ത് നോക്കുമ്പോൾ തെറ്റാണ്, സീരിയസ്ലി തെറ്റാണ്. ഒന്നാമതെ നിയമവിരുദ്ധമായിട്ടാണ് അവൻ കൊണ്ട് കയറിയത്. അങ്ങനെയുള്ളൊരു നാറിയെ പെരുമാറിയതിൽ എനിക്കൊരു തെറ്റായിട്ട് തോന്നുന്നില്ല കേട്ടോ.
നമ്മുടെ വീട്ടിൽ, അല്ലെങ്കിൽ ജിഷിൻ ബ്രോ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും ആണ് ഇതുപോലെ ഇടിച്ചിട്ടെങ്കിൽ, ഒരുത്തം വെള്ളം അടിച്ച് കോൺ തെറ്റി വന്ന് ഓവർ സ്പീഡും കുത്തിക്കഴപ്പും കാണിച്ച് ഇടിച്ച് തള്ളി ഇട്ടതെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ന്യായീകരിക്കാൻ പറ്റുമോ? ഓ അവൻ മനഃപൂർവ്വം അല്ലല്ലോ ഇടിച്ചത് എന്ന് പറഞ്ഞ് ന്യായീകരിക്കാൻ പറ്റുമോ? അവനെ പുറത്ത് വലിച്ച് നാട്ടുകാരിട്ട സമയത്ത് അവന്റെ പെരുമാറ്റം നിങ്ങൾ കണ്ടായിരുന്നോ? വീഡിയോ കണ്ടു കാണുമല്ലോ. അവൻ കാണിക്കുന്ന കോപ്പുള്ള പരിപാടികളുണ്ട്. തലയിലെ ബാക്കിൽ കൈയും കെട്ടി. അവനൊരു ഗുരുവും സംഭവിച്ചില്ല. വഴിയെ പോയ സാധാരണക്കാരൻ, ഒരു പാവപ്പെട്ടവനാ നഷ്ടം മൊത്തമായത്. പോട്ടെ ജിഷൻ ചേട്ടാ, ഇങ്ങനെയൊന്നും ന്യായീകരിക്കരുത്. ദയവ് ചെയ്തിട്ട് ഇനി ന്യായീകരിച്ചുകൊണ്ട് വരരുത്. ഇവര് ചെയ്തൊരു ക്രിമിനൽ ആക്ടിവിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരാൾ വണ്ടി തട്ടി എന്നാ പിന്നെ ഇയാളെ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കുക. ഇതന്നെ വേണ്ട, അയാൾ മദ്യപിച്ചു, എന്താ ചെയ്യേണ്ടത്? ഇവന്റെ കഴുത്ത് പിടിച്ച് ഞെരിച്ച് റോഡിലൊക്കെ ഇട്ട് ചവിട്ടി അരക്കണവനെ. അവന്റെ ബാക്കി തനി കുണവും കൂടി കേട്ട് അവന്റെ അവിടുത്തെ കാണിച്ച് കൂട്ടിയ കോപ്രായം കൂടി കേട്ടപ്പോ അവനെ ചവിട്ടി താഴ്ത്തേണ്ട, അവനെ ചവിട്ടി താഴ്ത്തണം. അതാണ് ചെയ്യേണ്ടത്. ഇതാണോ കേരളം? ഇതാണോ പ്രബുദ്ധമായിട്ടുള്ള കേരളം? ഇത് തന്നെയാണ് ഇടയ്ക്കിടയ്ക്കുള്ള പ്രബുദ്ധമായിട്ടുള്ള കേരളം. ചില സമയങ്ങളിലെ നിയമത്തിനൊന്നും വലുതായിട്ടൊന്നും ശിക്ഷിക്കാൻ പറ്റത്തില്ല. ഇപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഈ വെള്ളം അടിച്ചുകൊണ്ട് അയാളെ ഇടിച്ചു തള്ളിയിട്ട് ഇവനെ സ്റ്റേഷനിൽ പോയി പിടിച്ചോണ്ട് പോയിട്ട് ഇവൻ എന്ത് ചെയ്യാൻ പോകുന്നു? ജാമ്യത്തിൽ വിടും. അവൻ കുറച്ച് പൈസയും വാരി എറിയും, അവൻ ഇറങ്ങി പോകും സുഖമായിട്ട്. ആർക്ക് നഷ്ടം? ആ ഇടി കൊണ്ട വ്യക്തിക്കും ആ ഇടി കൊണ്ട വ്യക്തിയുടെ കുടുംബത്തിനും നഷ്ടം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി ചുറ്റുമ്പോ, വേറെ ഒന്നും ആലോചിക്കണ്ട. ഇതൊരു സാധാരണക്കാരനാണ് ഇടിച്ചു തള്ളി ഇട്ടത്. അങ്ങയുടെ കുടുംബത്തിന്റെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇവൻ ഇപ്പൊ സ്റ്റേഷനിൽ ഇരുന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ നാളെ അവന്റെ അച്ഛൻ വന്ന് പൈസയും കൊടുത്ത് ഇറക്കി അവനെ അങ്ങ് കൊണ്ടുപോകും, ജാമ്യത്തിൽ എടുത്ത് കൊണ്ടുപോകും. ആ കുടുംബം ഇതിനെ അനുഭവിക്കുന്ന വേദന, ആ വ്യക്തി അനുഭവിക്കുന്ന വേദന, മാനസികവും ശാരീരികവുമായിട്ട് അനുഭവിക്കുന്ന വേദന, ആ വ്യക്തി മരണപ്പെട്ടു പോയിരുന്നെങ്കിലുള്ള അവസ്ഥ, ഇതിനെപ്പറ്റി ഇത് ചിന്തിച്ചിട്ടുണ്ടോ? നഷ്ടം ആ കുടുംബത്തിനാണ്. നാട്ടുകാർ കൈകാര്യം ചെയ്താൽ, ഇതുപോലെ ചെയ്താൽ നാളെയും ഇതുപോലെ വെള്ളമടിച്ച് വണ്ടി ഓടിക്കുന്നവന്മാരുടെ എണ്ണം ഒരു പക്ഷെ കുറഞ്ഞേക്കും. ഒരു പക്ഷേ, ഉറപ്പൊന്നുമില്ല, പക്ഷെ ഒരു പക്ഷേ കുറഞ്ഞേക്കും. അതുകൊണ്ട് തന്നെ പൊന്നു ബ്രോ ന്യായീകരിക്കരുത്. ഇവനെ ഇടിച്ചത് കുറഞ്ഞു പോയെന്നേ ഞാൻ പറയത്തുള്ളൂ. ഇവനെ ഇങ്ങനെയല്ല പെരുമാറണ്ട. അല്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിക്കും, ഇവൻ എന്ത് ചെയ്യാൻ പറ്റും? ഇവൻ എന്ത് ചെയ്യും? നമ്മുടെ നിയമം എന്ത് ചെയ്യും? ജാമ്യം കൊടുത്ത് പുറത്തു വിടും. അവന്റെ പൈസയും കാര്യങ്ങളും വെച്ചിട്ട് അവൻ വാദിച്ചങ്ങ് തീരും. അവൻ ഇറങ്ങി സുഖമായിട്ട് വീട്ടിൽ പോകും. അടുത്തവൻ വെള്ളം അടിക്കും, കാറോട്ടിക്കും, ഇതുപോലെ അങ്ങ് പോകും. മറ്റേ നാട്ടുകാരെ 10 ഇടിയെങ്കിലും കിട്ടിയാൽ അതെങ്കിലും അവന്റെ ഉള്ളിൽ കിടക്കും. പണ്ട് ഈ പറയുന്ന മധുവിനെ തല്ലിക്കൊന്നു എന്ന് പറഞ്ഞിട്ട് കുറെ പേര് പരിതപിച്ചിട്ടുണ്ടായിരുന്നു. എന്റെ പൊന്നു ബ്രോ, മധുവിന്റെ കേസുമായിട്ട് നിങ്ങൾ ഇത് കമ്പയർ ചെയ്താ, മധുവിന്റെ കേസ് എന്താ അതറിയാവോ? ഒരു നേരത്തെ വിശപ്പ് മാറ്റാൻ വേണ്ടിയിട്ട് ആഹാരം മോഷ്ടിച്ചതാ. അവനെ തല്ലിക്കൊന്ന കുറെ നാറിയ നാട്ടുകാര്. അത് ഇതുമായിട്ട് കമ്പയർ ചെയ്യില്ലേ? വെള്ളം അടിച്ച് ഒരുത്തൻ പോയിട്ട് ഒരു പാവപ്പെട്ട മനുഷ്യനെ ഇടിച്ചു തള്ളി ഇട്ടതും ഈ മധുവിന്റെ കേസുമായിട്ട് എങ്ങനെ കമ്പയർ ചെയ്യാൻ തോന്നുന്നു? ബേസിക്കലി എനിക്ക് മനസ്സിലാവുന്നില്ല. ശേ മണ്ടത്തരങ്ങളാവാം, അതിമണ്ടത്തരമാകരുത്. ഈ നാറി ഇടിച്ചിൽ പരിതാപകരം. നമുക്കെന്തിനു പരിതാപകരം? ഈ നാറി ഇത്രയും കുത്തിക്കഴപ്പ് കാണിച്ച് ഇവിടെ വെള്ളം ഓടിച്ച് വണ്ടി ഓടിച്ച് ഒരു നാറി നാട്ടുകാരെ എടുത്തിട്ട് ഇടിച്ച് പൂശിയതിന് എന്ത് പരിതാപകരമാണ്? എന്തിനാണ് അവൻ്റെ അടുത്ത് സഹതാപം നമുക്ക് തോന്നേണ്ടത്? ഏതർത്ഥത്തിലാണ്? ഞാൻ പറഞ്ഞല്ലോ, ഞാൻ 2020 ഒരാൾ ആക്സിഡന്റ് ആയി ഒരാളെ ഇടിച്ചിട്ട് എനിക്കും പണി കിട്ടി, അങ്ങേർക്കും പണി കിട്ടി, രണ്ടുപേർക്കും നല്ലപോലെ മൊട്ടം പണി കിട്ടി. പക്ഷേ ഞാൻ വെള്ളം അടിച്ചിട്ടല്ല. അങ്ങേര് റോഡ് ക്രോസ് ചെയ്ത്, ശ്രദ്ധ ഇല്ലാതെ റോഡ് ക്രോസ് ചെയ്ത് ഞാൻ അങ്ങേരെ ഇടിച്ച്, അങ്ങേരും പടമായി ഞാനും പടമായി. അത് റാൻഡംലി സംഭവിച്ച കാര്യമാണ്. പക്ഷെ ഇതങ്ങനല്ല. ദിസ് ഈസ് എ കുത്തിക്കഴപ്പ്. വെള്ളം അടിച്ചുകൊണ്ട്, ഇവിടെ നിയമപരമായിട്ട് വെള്ളം അടിച്ചുകൊണ്ട് വണ്ടി ഓടിക്കാൻ പാടില്ല. പിന്നെ അവൻ എന്തിനങ്ങനെ ചെയ്തു? അവൻ നിയമം ലംഘിച്ചുകൊണ്ട് അവൻ പ്രവർത്തിച്ചത് തെറ്റല്ലേ? തെറ്റല്ല എന്ന് നിങ്ങൾ പറയുന്നില്ല, നിങ്ങൾ അവനെ ന്യായീകരിക്കുന്നില്ല. പക്ഷെ നിങ്ങൾ ഓപ്പോസിറ്റ് സൈഡിൽ നിൽക്കുന്ന നാട്ടുകാരെയാണ് കുറ്റം പറയുന്നത്. അവനെ നിങ്ങൾ കുറ്റം പറയുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല, പക്ഷെ അവനെ ന്യായീകരിക്കുന്നുമില്ല. പക്ഷെ നിങ്ങൾ നാട്ടുകാരെ കുറ്റം പറയുന്നുണ്ട്. നാട്ടുകാർ ഇതുപോലത്തെ സാഹചര്യങ്ങളിൽ പ്രതികരിക്കണം. ചില സാഹചര്യങ്ങളിൽ ഇവിടെ നിയമത്തിന് ശിക്ഷിക്കാൻ വകുപ്പില്ല, നിയമത്തിന് ചിലപ്പോൾ ശിക്ഷിക്കാൻ പറ്റിയെന്ന് വരില്ല. അങ്ങനത്തെ സിറ്റുവേഷനിൽ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജനങ്ങൾ ഇറങ്ങണം, ജനങ്ങൾ പ്രതികരിക്കണം. ജനങ്ങൾ ചില സമയങ്ങളിൽ നിയമം കയ്യിലെടുത്താലും തെറ്റില്ലെന്നേ ഞാൻ പറയത്തുള്ളൂ. ഇത്തരം ജെനുവിനായിട്ടുള്ള സാഹചര്യങ്ങളിൽ അവനൊരു ആർട്ടിസ്റ്റാണ്, അവനൊരു സെലിബ്രിറ്റിയാണ്. ഓപ്പോസിറ്റ് ഇടികൊണ്ട് വീഴുന്നത് ഒരു സാധാരണക്കാരനാണ്. മനസ്സിലായ? ഞാൻ ഉദ്ദേശിച്ചതിന്റെ പൊരുൾ മനസ്സിലായി കാണുമല്ലോ. അതുകൊണ്ട് നിങ്ങളുടെ കൂടെയുള്ള വ്യക്തിയായിരിക്കും, നിങ്ങളുടെ കൂടെ ഫീൽഡിലുള്ള വ്യക്തിയായിരിക്കും. ഓഫ് കോഴ്സ് ന്യായീകരിക്കുന്നതിൽ ഞാൻ തെറ്റ് കാണുന്നില്ല. ഓക്കെ, നിങ്ങളുടെ ഒരു ഭാഗത്ത് നോക്കുമ്പോൾ നിങ്ങളുടെ ഒരു സുഹൃത്തിന് പറ്റിയ ഒരു ഇത് വെച്ചിട്ട് നിങ്ങൾ ന്യായീകരിക്കുന്നതാവാം. പക്ഷേ ഇറ്റ്സ് നോട്ട് ഫെയർ. അതൊരിക്കലും ശരിയല്ല മാൻ. അത് ഒരു തരത്തിലും ശരിയല്ല. അപ്പുറത്തൊരു പാവപ്പെട്ട മനുഷ്യനാണ് ഇടിച്ചുള്ളിട്ട് അങ്ങനെ ജീവനും ആരോഗ്യത്തിനും ഒക്കെ ആര് കണക്ക് പറയും?
അവൻ എന്തെങ്കിലും ഒരു പറ്റിയ ഒരു തേങ്ങയും പറ്റിയില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവൻ ജാമ്യത്തിൽ ഇറങ്ങി സുഖമായിട്ട് വീട്ടിൽ പോകും, പണവും ഉണ്ട്. അപ്പൊ ആരാ ഇവിടെ മൂഞ്ചിയത്? പാവം ആ വ്യക്തി. ഇവരെ ചവിട്ടി താഴ്ത്തണം, അതാണല്ലോ വേണ്ടത്. ഇപ്പൊ കുറെ പേര് പറയായിരിക്കും, എന്താണ് അവൻ ചെയ്തുകൊണ്ടല്ലേ അങ്ങനെ ചെയ്തത്, ഇത് ചെയ്യാൻ വേണ്ടിയാണോ ഇവിടെ നാട്ടുകാരുള്ളത്? ഇവിടെ പോലീസുകാരും കേസും കോടതിയും ഒന്നുമില്ലേ? കേസും കോടതിയൊക്കെ അവിടെ ഉണ്ട്. ഇവൻ ഈ ജാമ്യത്തിൽ ഇറങ്ങി സുഖമായിട്ട് വീട്ടിൽ പോകും, ബാക്കി പണം വാരി എറിയും, നല്ല പൈസ ഉണ്ട്, അതിന്റെ രീതിയിൽ ആ കാര്യങ്ങൾ പോകും. പക്ഷെ ആ വീട്ടുകാരുടെ അവസ്ഥയെ പറ്റി ചിന്തിക്ക് ബ്രോ, ചിന്തിക്ക്, ജസ്റ്റ് ഒന്ന് ചിന്തിക്ക്. ഇവരാണോ കൈകാര്യം ചെയ്യുന്നത്? ഈ പുറകിൽ നിൽക്കുന്ന ഈ ലോകത്തിൽ ആദ്യമായിട്ട് മദ്യപിച്ചിട്ട് വണ്ടി ഓടിച്ച ആളൊന്നല്ല ഈ സിദ്ധാർത്ഥ്. ഈ ക്രിസ്മസ് ന്യൂ ഇയർ ഈ ലോകത്ത് ആദ്യമായിട്ട് മദ്യപിച്ച് വണ്ടി ഓടിച്ച ആളല്ല സിദ്ധാർത്ഥ്. നിയമം കയ്യിലെടുക്കരുത് ജനങ്ങളെ എന്ന് ജിഷിൻ ചേട്ടൻ പറയുന്നുണ്ട്. അതേ ജിഷിൻ ചേട്ടൻ എന്തുകൊണ്ട് മറ്റത് പറയുന്നില്ല? ഏത്? മദ്യപിച്ച് വണ്ടി ഓടിക്കുന്നത് നിയമപരമായി തെറ്റാണ്. അപ്പോൾ ഈ നിയമം ലംഘിച്ചുകൊണ്ട് ഇവൻ ചെയ്ത പ്രവൃത്തിയും കൂടി പറയണമായിരുന്നു. അത് നിങ്ങളുടെ ഉള്ളിലുണ്ട്, നിങ്ങൾ പുറത്ത് പറയുന്നില്ല. അതും പറയണമായിരുന്നു കേട്ടോ, അതും കൂടി പറയണമായിരുന്നു. ടൈമിലൊക്കെ മിക്കവാറും എല്ലാവരും മദ്യപിച്ചിട്ടൊക്കെ തന്നെയായിരിക്കും വണ്ടി ഓടിക്കുന്നത്. അത് നല്ലതന്നെ. അത് ഞാനും പറഞ്ഞായിരുന്നു എന്റെ വീഡിയോയില്. മിക്കവാറും ക്രിസ്മസ്, ഓണം, ദീപാവലി ഒക്കെ റോട്ടിൽ കൂത്താട്ടങ്ങൾ തന്നെയാണ്. പക്ഷെ കൂത്താട്ടങ്ങൾ കാണിക്കുന്നത് പാവങ്ങളുടെ നെഞ്ചത്ത് ലോറി ഒട്ടിച്ചിട്ടല്ല. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, അവിടെ ഒരു സാധാരണ പാവപ്പെട്ട ഏതോ മനുഷ്യനാണ് ഇടിച്ചു തള്ളിയിട്ട്, പാവപ്പെട്ടവനെ അവൻ ആയിക്കോട്ടെ, വോട്ടവർ ഹൂവർ എന്തോ ആയിക്കോട്ടെ, ഒരു മനുഷ്യനാണ്. അങ്ങേർക്കാണ് നഷ്ടമുണ്ടായിട്ടുള്ള ജീവിതത്തിൽ. അതാദ്യം നിങ്ങളൊന്ന് ചിന്തിക്കണം. അല്ലാണ്ട് ചുമ്മാ വന്നിരുന്ന് ന്യായീകരിക്കരുത്. പ്ലീസ് മാൻ, പ്ലീസ് പ്ലീസ് പ്ലീസ്, ഉള്ള റെസ്പെക്ട് കളയരുത്. ഞാൻ പറയുന്നത് അതിനെ അനുകൂലിക്കുകയല്ല ചെയ്യുന്നത്. പക്ഷേ ഇതിന് പ്രതികരിക്കേണ്ടത് ഇങ്ങനെയല്ല. ഒരാളെ ചവിട്ടി കൂട്ടി ഒരാളെ നാട്ടു റോഡിൽ വലിച്ചിറക്കി കഴുത്തിന് മുറുക്കിയിട്ട് ശ്വാസം മുടിച്ചിട്ടല്ല പ്രതികരിക്കുന്നത്. പ്രബുദ്ധ കേരളമാണ്, പ്രബുദ്ധ കേരളം. നാണല്ലേ കേരളത്തിലെ ജനങ്ങളെ? എന്നെ പൊന്നും മാൻ, ഒരിക്കലും അതങ്ങനല്ല. നാണമില്ല എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് തിരിച്ച് ചോദിക്കേണ്ടതുപോലെ ഫീൽ ചെയ്യുന്നുണ്ട്. സീരിയസ്ലി, നിങ്ങൾ ഒന്നുകിൽ കാര്യം അറിയാണ്ട് സംസാരിക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ സുഹൃത്തിന് ഇങ്ങനെ ഒരു അപകടം പറ്റിയത് കൊണ്ട്, അല്ലെങ്കിൽ സുഹൃത്ത് ഇങ്ങനെ ഒരു വള്ളിയിൽ പെട്ടത് കൊണ്ടുള്ള ഒരു ഇമോഷനിൽ പെട്ടെന്ന് സംസാരിക്കുന്നതായിരിക്കും. വോട്ടവർ എന്തായാലും മണ്ടത്തരമാണ്. ഇതിലൊന്നും പ്രതികരിക്കണ്ട അല്ലേ? ബാക്കി എല്ലാത്തിനും ഭയങ്കരമായിട്ട് പ്രതികരിക്കുന്നുണ്ടല്ലോ. ഇതിലൊന്നും പ്രതികരണമൊന്നുമില്ല. എന്നുവെച്ചാൽ അവനൊരു ആർട്ടിസ്റ്റാണ്. മറ്റൊരു സാധാരണക്കാരനാണ് മാൻ, അതെന്തുകൊണ്ട് ചിന്തിക്കുന്നില്ല? മറ്റൊരു സാധാരണക്കാരനാണ് ഓപ്പോസിറ്റ് ആ ഐഡിയും കൊണ്ട് വീഴുന്ന വ്യക്തി, അതും കൂടി ചിന്തിക്കണം. അല്ലാതെ ആർട്ടിസ്റ്റിന് വേണ്ടിയിട്ട് മാത്രം ഇവിടെ സംസാരിക്കേണ്ട കാര്യമൊന്നുമില്ല. ആർട്ടിസ്റ്റിന് കൊമ്പൊന്നുമില്ല, സാധാരണക്കാരനും കൊമ്പൊന്നുമില്ല, എല്ലാ മനുഷ്യന്മാരും തന്നെ. ഞാൻ അങ്ങനെ തന്നെയാണ് കണ്ടിട്ടുള്ളത്. ആർട്ടിസ്റ്റിന് ഒരു പ്രശ്നം വന്നാലും സംസാരിക്കും, സാധാരണക്കാരന് പ്രശ്നം വന്നാലും സംസാരിക്കും. എല്ലാവർക്കും വേണ്ടിയിട്ട് നമ്മൾ സംസാരിക്കും. നാണമില്ല. എന്റെ പൊന്നെണ്ണ, നിങ്ങൾ ഏറിൽ തന്നെ, ഞാൻ ഒന്നും പറയണില്ല. നിങ്ങൾ പറഞ്ഞ മണ്ടത്തരത്തിന്റെ പിന്നാലെ നിങ്ങളുടെ വൈഫും വന്നിട്ടുണ്ട്. ആദ്യം എനിക്ക് തോന്നുന്നു മുന്നാലെ വന്നത് അമ്മയാണെന്ന് തോന്നുന്നു. അതിനുശേഷമാണ് ജിഷിൻ ബ്രോ വന്നത്. എന്തായാലും വൈഫ് പറഞ്ഞാട്ടെ. എല്ലാവർക്കും ഓ ഹായ്. ക്രിസ്മസ് പുതുവത്സരാശംസകൾ. ഇന്ന് രാവിലെ ഒരു വീഡിയോ കാണുകയുണ്ടായി. അതിനെ റിയാക്ട് ചെയ്തിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇടുന്നത്. നടൻ സിദ്ധാർത്ഥ് കുടിച്ച് ലക്ക് കെട്ട് വാഹനം ഓടിച്ച് ഇടിച്ച് എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടാക്കി എന്ന് പറഞ്ഞു. ആക്ച്വലി ഈ നടൻ സിദ്ധാർത്ഥ് ആരാണെന്ന് എനിക്കറിയില്ല. അയാൾ നടൻ തന്നെയാണോന്നും അറിയില്ല. ഉപ്പുമുളകും എന്തുവാ ഒരുത്തനെ പറ്റിയിട്ട് സംസാരിക്കും? അവൻ ആരാണെന്ന് അറിയില്ല, അവൻ ഏതാണെന്ന് അറിയില്ല, അവൻ എന്താണെന്ന് എനിക്കറിയില്ല. പിന്നെ എന്തുവാ അമ്മേ നിങ്ങൾ ഇങ്ങനെ? മോശം മോശം മോശം, വളരെ മോശം. ഉള്ളൊരു നടനാണെന്ന് പറയപ്പെടുന്നു. നമ്മളൊരു ഹ്യൂമൻ ബീങ് ആയിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ അയാൾ ചെയ്തത് ഓൾറെഡി തെറ്റാണ്. മദ്യപിച്ച് വാഹനം കൊണ്ടിടിച്ചു അല്ലെ? അപ്പോ റിയാക്ട് ചെയ്യാൻ തോന്നിയത് എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ അതിലൊരു കമന്റ് വിട്ടിരുന്നു. എനിക്ക് ഫീൽ ചെയ്തത് ആ സ്പോട്ടിൽ തന്നെ കമന്റ് ഇട്ടു. അതൊരു വീഡിയോ ആകണം എന്ന് എനിക്ക് അപ്പോഴേ തോന്നിയിരുന്നു. കാരണം തെറ്റിനെ തെറ്റുകൊണ്ടല്ല തിരുത്തേണ്ടത്. തെറ്റിനെ തെറ്റുകൊണ്ടല്ല തിരുത്തേണ്ടത്. ചില സമയം ഇതുപോലത്തെ നാറിയ പരിപാടി കാണിക്കുന്നവർക്കിട്ട് നാറിയ പണി തന്നെ കൊടുക്കണം. ജിഷിൻ ചേട്ടൻ പറഞ്ഞ അതേ നിലപാടിൽ തന്നെയാണ് നമ്മുടെ അമിയ കൊച്ചും. അമിയ കൊച്ചു പറയുന്നത് കേട്ടുകഴിഞ്ഞാൽ ഇവ എന്തിന് എന്ന് പോലും തോന്നിപ്പോകും. ഓക്കെ, ഞാനൊരു കാര്യം പറയട്ടെ. നമ്മുടെ വീട്ടിലാണ്, ഇപ്പം അമ്മയുടെ ആയാലും എൻ്റെ ആയാലും വീട്ടിലുള്ള ആർക്കെങ്കിലുമാണ് ഇതുപോലത്തെ ഒരു അവസ്ഥ ഉണ്ടായതെങ്കിൽ, ഐ മീൻ ഇടി കൊണ്ട് വീഴുന്നതാണെങ്കിൽ, എവനെങ്കിലും വെള്ളം ഒടിച്ചും കൊണ്ട് ഇതുപോലെ നമ്മുടെ മുന്നിൽ ഇടിച്ചുകൾ ഇട്ടതാണെങ്കിൽ നമ്മൾ പ്രതികരിക്കത്തില്ലേ? നമ്മൾ എങ്ങനെ പ്രതികരിക്കും? അത്രയും ചിന്തിക്കും, അത്രയും മാത്രം ചിന്തിക്കും. അപ്പൊ ചോദിക്കും, ഓ അത് നമ്മുടെ വീട്ടിലെ ആളല്ലല്ലോ, അതുകൊണ്ട് നമ്മൾ അങ്ങനെ പ്രതികരിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെയാണോ അമ്മ പറയുന്നത്? അല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. മണ്ടത്തരം ഒരു ഹോബിയായിട്ട് കൊണ്ട് നടക്കുന്നുണ്ട്. വണ്ടി റിവേഴ്സ് പോലും എടുക്കാൻ അറിയില്ല. വണ്ടി ഓടിക്കാൻ അറിയാമോ അമ്മയ്ക്ക്?
കൊണ്ട് തിരുത്തിയിട്ട് ന്യായം പറയുന്നതിൽ ഒരു അർത്ഥം ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അപ്പോൾ അയാൾ ഓൾറെഡി തെറ്റ് ചെയ്തു, ഇറ്റ്സ് ഡൺ, അത് നടന്നു കഴിഞ്ഞു. പിന്നെ അവിടെ എന്ത് കറക്റ്റായിട്ട് ചെയ്യാന്നല്ലേ നമ്മൾ നോക്കേണ്ടത്. അത്രയും വലിയ കൊടുംപാതകം ചെയ്തതായിട്ട് എനിക്ക് തോന്നിയില്ല. കാരണം കേരളം എന്താ പറഞ്ഞത്? അത്രയും വലിയ കൊടും പാവം അവൻ ചെയ്തത് എന്ന് തോന്നിയില്ല. ഞാൻ ആദ്യം കൊടുത്ത് വോയിസ് കേട്ടല്ലോ, അവൻ അവിടെ കാട്ടിക്കൂട്ടിയ കോപ്രായം പേക്കൂത്ത്. അവൻ എന്തെങ്കിലും ഒരു പോറൽ പറ്റിയ ഓപ്പോസിറ്റിന് ആളല്ലേ തീർന്നത്. അതാണ് ഞാൻ പറഞ്ഞത്. മദ്യപിച്ച് വാഹനം ഓടിച്ച ആദ്യത്തെ വ്യക്തിയല്ല ഇയാള്. അതിന് നമ്മൾ ആദ്യത്തെ വ്യക്തിയെ കണ്ടുപിടിച്ചിട്ട് അവാർഡ് കൊടുക്കാം. കേരളത്തില് ആദ്യമായിട്ട് മദ്യപിച്ച് വണ്ടി ഓടിച്ച ആരാണെന്ന് കണ്ടെത്തി അവാർഡ് കൊടുക്കാം. എന്തുവാ അമ്മിയെ ഇത് പറയുന്നത്? അമ്മയ്ക്ക് കുറച്ച് കുറുമ്പ് കൂടുന്നുണ്ട്, മണ്ടത്തരം കുറച്ച് കൂടുന്നുണ്ട്, നല്ല അടിയിട്ടാത്ത കുറവാണ്. അങ്ങനെയാണെങ്കിൽ കേരള സർക്കാർ ഇതിന് ഉത്തരവാദിയാണ്. സർക്കാർ പിന്നെ മദ്യം വിറ്റിട്ട് എനിക്കത് പേഴ്സണലി യോജിപ്പില്ല. മദ്യം എന്ന് പറയുന്ന സാധനം ഇവിടെ വിറ്റ് സർക്കാർ വരുമാനം ഉണ്ടാക്കുന്നത് എനിക്ക് പേഴ്സണലി ഒപ്പീനിയൻ ആ സംഭവത്തോടെ യോജിപ്പില്ല, പലവട്ടം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ സർക്കാർ മദ്യവും വിറ്റിട്ട് നീ റോട്ടിൽ വണ്ടിയിൽ പോകുമ്പം അടിച്ചും കൊണ്ട് വണ്ടി ഓടിച്ചുകൊണ്ട് പോടേന്നല്ല സർക്കാർ പറയുന്നത് കേട്ടോ. അതും കൂടി അമ്മയൊന്ന് മനസ്സിലാക്കുക. ഇവിടെ നിയമപരമായിട്ട് വണ്ടിയിൽ ഓടിക്കുന്ന സമയത്ത് മദ്യപിക്കാൻ പാടില്ല. അത് ഇവിടെ നിയമമുള്ളതാണ്. അവൻ നിയമം ലംഘിച്ചില്ലേ, അതിനെപ്പറ്റി നിങ്ങൾ ആരും ചിന്തിക്കുന്നില്ലേ? അപ്പൊ അവൻ ചെയ്തിട്ടുള്ള വേക്കൂത്തിനെ ന്യായീകരിക്കരുത്. നിങ്ങൾ ഓപ്പോസിറ്റ് സൈഡ് സംസാരിക്കുന്നുണ്ട്, മീൻസ് ആ വ്യക്തിയുടെ ഭാഗം നിങ്ങൾ ചിന്തിക്കുന്നില്ല. നിങ്ങളിപ്പോ അവനെ ന്യായീകരിച്ചാണ് അങ്ങ് സംസാരിച്ചു പോകുന്നത്, നാട്ടുകാരെയാണ് കുറ്റം പറയുന്നത്. പക്ഷെ നമ്മൾ ചിന്തിക്കണം, നമ്മുടെ വീട്ടിൽ ആരെങ്കിലും ഇതുപോലെ ഇടിച്ചുള്ള ഇട്ട ആ ഒരു പോയിന്റും കൂടി ചിന്തിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ പറയാൻ തോന്നില്ല. എന്തിന് കേരളത്തിൽ മദ്യം വിൽക്കുന്നു എന്നൊരു ചോദ്യം അവിടെ കിടക്കുന്നുണ്ട്. അത് ന്യായം. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ നിയമമുണ്ട്. വണ്ടി ഓടിക്കുന്ന സമയത്ത് മദ്യപിക്കാൻ പാടില്ല, അത് വേറെ നിയമമുണ്ട് ഇവിടെ. ആ സ്ഥിതിക്ക് അടിച്ചുകൊണ്ട് വീട്ടിൽ ഇരിക്കട്ടെ, അവന്റെ റൂമിന്റെ അകത്ത് ഇരിക്കട്ടെ, അവർക്ക് ശല്യമില്ല. നമ്മൾ പബ്ലിക് ന്യൂസൻസ് ആയി മാറരുത്, എനിക്കതേ പറയാനുള്ളൂ. ഇത് അടിക്കുന്നത് ശരിയാണെന്നോ അടിക്കുന്നത് സൂപ്പറാണെന്നോ ഞാൻ പറയത്തില്ല, തെറ്റ് തന്നെയാണ്. എനിക്ക് താല്പര്യമില്ലാത്ത കാര്യം, ഞാൻ അടിക്കുന്ന വ്യക്തിയൊന്നുമല്ല, അതുകൊണ്ട് എനിക്ക് താല്പര്യമില്ലാത്ത കാര്യം തന്നെയാണ്. ഇനി എങ്ങാണ്ട് അടിച്ച വീട്ടിൽ ഇരുന്ന് അടി. ഇതെന്തിനാണ് റോട്ടിൽ ബാക്കിയുള്ളവർക്ക് പൊതുജല്യമായി മാറുന്നത്? ഇപ്പൊ കണ്ടില്ലേ, ഇത് തന്നെയാണ് വിഷയം. കൊച്ച കള്ളി മദ്യം കുടിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയാവുന്ന. മദ്യം കുടിച്ചു കഴിഞ്ഞാൽ വീട്ടിൽ കിടക്കണം. ഇവിടെ സർക്കാർ പറഞ്ഞില്ല മദ്യം അടിച്ചുകൊണ്ട് വെളിയിൽ കയറി വരാൻ. സർക്കാർ വിൽക്കുന്നത് എനിക്ക് യോജിപ്പില്ലാത്ത കാര്യം തന്നെയാണ്. പിന്നെ എന്ത് ചെയ്യേ, നമുക്ക് ഇനിയിപ്പോ നമ്മൾ എന്തെങ്കിലും പറഞ്ഞു വെച്ചിട്ട് ഒരു കാര്യമില്ല. ഇവിടെ മദ്യപിക്കുന്നവന്മാർ സ്വയം നിർത്തുവോ? ഇല്ല. സർക്കാരിനെ മാത്രം കുറ്റം പറയുന്നുണ്ട്. സർക്കാർ വിൽക്കുന്നു, ഇവന്മാർ വാങ്ങുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് സർക്കാർ നാളെ മുതൽ വിഷം വിൽക്കുകയാണ്. വിഷം വിറ്റിട്ട് നിങ്ങളെല്ലാവരും വാങ്ങി കുടിക്കണം എന്ന് പറഞ്ഞാൽ നാട്ടുകാർ വാങ്ങിച്ച് കുടിക്കുമോ? ഇല്ല. അതുകൊണ്ട് സർക്കാർ വിൽക്കുന്നത് കൊണ്ട് നമ്മൾ ഉപയോഗിക്കുന്നു എന്ന് പറയുന്ന ലോജിക്കിലൂടെ എനിക്ക് യോജിപ്പില്ല. എങ്കിലും പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. സർക്കാർ വിൽക്കുന്നത് എനിക്ക് യോജിപ്പുള്ള കാര്യമൊന്നുമല്ല, ഞാൻ സപ്പോർട്ടും ചെയ്യത്തില്ല. പക്ഷെ അത് വാങ്ങി ഇവന്മാര് കുടിച്ചിട്ട് റോട്ടിൽ വന്ന് വേഗത്ത് കാണിക്കണം എന്തിന്? ബാക്കിയുള്ളവർക്ക് ശല്യമാണോ എന്തിന്? വീട്ടിൽ പോയി അടിച്ച് നീ നിന്റെ ജീവിതം നീ തൊലച്ചുകളാ. അതിന് എനിക്കൊരു കുഴപ്പമില്ല, നീ എന്തായാലും വെച്ച് എന്ന് വെച്ചാൽ ബാക്കിയുള്ളവർക്ക് ശല്യമാവാൻ നിൽക്കരുത്. മദ്യം വിൽക്കുന്നുണ്ട്, അത് വാങ്ങിച്ചു കുടിച്ചിട്ട് പുറത്തേക്ക് പോയപ്പോൾ സംഭവിച്ചൊരു കാര്യം. ഇന്നലെ എന്റെ സിസ്റ്റർക്ക് ഒരു ആക്സിഡന്റ് ഉണ്ടായി. ഒരു ടിപ്പർ ലോറി വന്ന് ഇങ്ങോട്ട് ഇടിച്ചിട്ട് ഫുൾ വണ്ടി ചളുങ്ങി. അവര് ലോറിക്കാരൻ വണ്ടി ഇട്ടിട്ട് ഇറങ്ങി ഓടിക്കളഞ്ഞു. എന്തായാലും എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഈ സിദ്ധാർത്ഥ് ഇറങ്ങി ഓടിയിട്ടില്ല. അതിനവന് ഇറങ്ങി ഓടാൻ പറ്റണ്ടേ? അവൻ കൊഞ്ച് കണക്കിന് നിൽക്കണം. അവന് ഇറങ്ങണ്ടേ? അവന് അനങ്ങാൻ പറ്റണ്ടേ? അവൻ 4 കാലിൽ കിടന്ന് കറങ്ങുക. ഇറങ്ങി ഓടാനുള്ള ആംബിയറല്ല അവന് വേണ്ടേ? പിന്നെ പലരും പറയുന്ന അയാൾക്ക് ഓടാനുള്ള അവസ്ഥയിൽ അയാൾ അത്രയും ലക്ക് കിട്ടാൻ നിൽക്കുന്നത്. വാട്ട് എവർ ഇറ്റ് ഈസ് അയാൾ അവിടെ ഉണ്ട്, അയാൾ ചെയ്തു. വാട്ട് എവർ ഇറ്റ് ഈസ് ഇവിടെ ഉപയോഗിക്കാൻ പറ്റത്തില്ല അമ്മിയ, വേറെ ഒന്നും കൊണ്ടല്ല. അതെങ്ങനെ ഉപയോഗിക്കോട്ടെ? കൊഞ്ചായിട്ട് നിൽക്കണവന് ഓടാൻ പറ്റത്തില്ല. അത് വാട്ടവർ അവിടെ പറ്റത്തില്ല. ആ സാധനം അവിടെ ഉപയോഗിക്കാനേ പറ്റത്തില്ല. അത് യോജിപ്പില്ല. നോ റിയാക്ഷൻ വീഡിയോ ചേരത്തില്ല അമ്മയ്ക്ക്. കൊച്ചു കള്ളി കുറുമ്പ് കൂടുന്നുണ്ട്. തെറ്റ് അയാൾ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അയാളെ കൊണ്ട് ആർക്കാണോ നഷ്ടമുണ്ടായത് ആ നഷ്ടപരിഹാരം ചെയ്യിക്കാൻ ഇവിടെ ന്യായമുണ്ട്, നീതിയുണ്ട്, കോടതിയുണ്ട്, പോലീസ് ഉണ്ട്. ഞാനൊരു കാര്യം ചോദിക്കട്ടാ, ഇതേ അവസ്ഥ നിങ്ങളുടെയോ എന്റെയൊക്കെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ ന്യായമുണ്ട്, നീതിയുണ്ട്, കോടതി ഉണ്ടെന്ന് പറയൂ. നമ്മുടെ വേണ്ടപ്പെട്ടവർക്കാണ് ഇങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടായെങ്കിൽ, അവരുടെ ശരീരത്തിൽ ഒരു തുള്ളി ചോര പൊടിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതുപോലെ പ്രതികരിക്കും? എനിക്ക് തോന്നുന്നില്ല. പ്രത്യേകിച്ച് അവൻ വെള്ളം അടിച്ച് വന്നതാണ്. അവൻ കൊഞ്ച് കണക്കിനാണ് അവൻ അവിടെ നിന്നത്.
ന്യായീകരിക്കരുത്. പ്ലീസ് പ്ലീസ് സപ്പോർട്ട് ചെയ്യല്ലേ. നിങ്ങൾ മിണ്ടാതിരിക്കാമായിരുന്നു. പക്ഷെ അമ്മി എന്ത് ചെയ്യുന്ന കൊച്ചു കള്ളി ചോദിച്ചു വെച്ച് വാങ്ങുന്നു. പക്ഷെ പോലീസിന് ഇവരെല്ലാരെയും നോക്കുകുത്തിയാക്കിക്കൊണ്ട് ജനങ്ങൾ ഇതങ്ങ് കയ്യിലെടുക്കുകയാണ്. ജനങ്ങളുടെ ഒരു റിയാക്ഷൻ വളരെ വളരെ ഭയാനകമായ രീതിയിലായിരുന്നു. അയാളുടെ ഒരു കാല് പിടിച്ച് വളച്ച് ഇവിടെ ഹിപ്പിൽ വെച്ചിട്ടുണ്ട്. അത്യാവശ്യം ഫ്ലെക്സിബിൾ. അവനെ ചുരുട്ടി മടക്കി കുത്തി കയറ്റി കാണ്ട ഡിക്കി കെട്ടിട്ട് പടപടാന്ന് ഇടിക്കണം. അതാണ് ചെയ്യേണ്ടത്. അല്ലാണ്ട് അവനെ ഇല്ലാത്തൊരു ബോഡി ആണെന്നുണ്ടെങ്കിൽ അത് തന്നെ നല്ല പെയിൻഫുൾ ആകും. തന്നെ അയാൾ ഇട്ടിരുന്ന ഷർട്ടിനെയൊക്കെ വലിച്ചു കീറിയിട്ട് ഷർട്ട് കൊണ്ട് കഴുത്തിൽ ഇങ്ങനെ കുരുക്കി വലിക്കുന്നുണ്ട്. സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ പാവം അമ്മയ്ക്ക് അത് കണ്ടപ്പോഴാണ് പാവം തോന്നിയത്. അപ്പുറത്ത് ഒരുത്തൻ പടമായിട്ട് കിടക്കണം. അവനെ കണ്ടില്ല, കാണാത്തോണ്ടായിരിക്കും പാവം തോന്നാത്ത. അവന്റെ അവസ്ഥ കണ്ടിരുന്നെങ്കിൽ അമ്മി ഇത് പറയത്തില്ല. അത് കണ്ട ആൾക്കാർ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോ നമുക്ക് മനസ്സിലാവും. അയാളുടെ വോയിസ് ക്രാക്ക് ആകുന്നുണ്ടായിരുന്നു. അയാളുടെ വോയിസ്, അതായത് ഇവന്റെ സിദ്ധാർത്ഥ് പ്രഭുവിന്റെ വോയിസ് ക്രാക്ക് ആയതാണ് അമ്മയ്ക്ക് ഇവിടെ ഏറ്റവും സങ്കടമായത്. അപ്പുറത്തൊരുത്തൻ ചാവണോ ജീവിക്കണോ എന്നുള്ള രീതിയിൽ കിടക്കുക. അവന്റെ അവസ്ഥ ആലോചിക്കുന്നില്ല അമ്മയെ. അപ്പൊ ആ ഒരു വലി നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു വലിയാണ്. അതിനെതിരെ ആണ് എൻ്റെ ഒരു സംസാരം. എനിക്ക് പേഴ്സണലിയോ അല്ലെങ്കിൽ സീരിയലിൽ കണ്ടോ പോലും എനിക്ക് ഇയാളൊരു നടനാണോന്ന് പോലും അറിയില്ല. എല്ലാവരും പറയും ഇപ്പൊ ഞാൻ സീരിയൽ അഭിനയിച്ചുകൊണ്ട് ഞാൻ സപ്പോർട്ട് ചെയ്യണമെന്ന്. അങ്ങനെയല്ല. അയാളുടെ കയ്യിൽ നിന്ന് ഓൾറെഡി ഒരു മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞു. അയാളെ പിടിച്ച് മാന്യമായിട്ട് പോലീസിൽ ഏൽപ്പിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. അല്ലാണ്ട് നമ്മൾ അയാളുടെ കാലടിച്ചൊടിക്കാനും അയാളുടെ കഴുത്തിൽ പിടിച്ച് ആ കഴുത്തിൽ പിടിച്ച് കുരുക്കിട്ടത് സ്പെഷ്യലി അയാൾക്കെതിരെയാണ് ഇവിടെ ഏറ്റവും വലിയ ക്രൈം. അയാളാണ് ഏറ്റവും വലിയ ക്രൈം ചെയ്തിരിക്കുന്നത്. അതെ, ആ കഴുത്തിൽ കുരുക്കിട്ട ആളാണ് ഇവിടുത്തെ ഏറ്റവും വലിയ കുറ്റവാളി. അങ്ങനെയാണ് ഏറ്റവും വലിയ ക്രൈം ചെയ്തത്. മറ്റാളെ ഇടിച്ച് പടമാക്കി തീരുമെന്ന് ഉള്ള രീതിയിലാണ് ആൾക്കാർ പറയുന്നത്, കണ്ടുവന്ന ആൾക്കാർ. അത് കുഴപ്പമില്ല. അതവന് അബദ്ധം പറ്റിയല്ലേ, വെള്ളം അടിച്ചതുകൊണ്ടല്ലേ, നമ്മളെ സർക്കാർ കുപ്പി വിറ്റതുകൊണ്ടല്ലേ അവൻ വാങ്ങിച്ച് അടിച്ചിട്ട് ആ വണ്ടി ഓടിച്ച് റോട്ടിൽ കൂടി കൊഞ്ചായിട്ട് പോയി ഒരു പാവത്തിന് ഇടിച്ച് തള്ളിയിട്ട്. അത് കുഴപ്പമൊന്നുമില്ല. പക്ഷെ അത്രയും കുഴപ്പമില്ലാത്ത കാര്യം ചെയ്ത ഇവനെ പിടിച്ച് ഞെക്കിയതാണ് ഏറ്റവും വലിയ കുഴപ്പം. അമ്മിയ കുറുമ്പ് കൂടുന്നുണ്ട്. മറ്റേ ആള് ഒരർത്ഥത്തിൽ കുറിച്ച് ബോധമില്ലാണ്ടാണ് ഈ ക്രൈം ചെയ്തിരിക്കുന്നത്. അയാൾ ഇടിച്ചിട്ടിട്ടുണ്ടെങ്കിൽ അത് അയാളുടെ അബോധാവസ്ഥയിലാണ്. അയാൾ അബോധാവസ്ഥയിലാകാൻ കേരളത്തിൽ മദ്യം വിൽക്കാൻ ഒരു സഹായം നൽകുന്ന നമ്മുടെ ഗവൺമെന്റ് വരെ അതിന് ഉത്തരവാദിയായിട്ട് വരുന്നുണ്ട് അങ്ങനെ നോക്കുമ്പോൾ. പക്ഷെ ബോധത്തോടു കൂടി നിന്നവര് ചെയ്ത ക്രൈം എന്താ? അയാളുടെ കഴുത്തില് തുണി കൊണ്ട് വിരിഞ്ഞ് മുറുക്കുക. അതെന്താ? അത് ഏത് രീതിയിലാണ് അതിനെ ന്യായീകരിക്കപ്പെടേണ്ടത്? ഒരു രീതിയിൽ ന്യായീകരിക്കണ്ട. അമ്മയെടുത്ത് സംസാരിച്ചു കഴിഞ്ഞാൽ കേട്ടോണ്ടിരിക്കണ നമ്മളെ മണ്ടന്മാരായ മാറും. സത്യം ഉള്ള കാര്യം പറയാം. കുറുമ്പ് കൂടി വരുവാണ് എന്നുള്ളത് മനസ്സിലായില്ല. ഒരു രീതിയിൽ ഇതിനെ ന്യായീകരിക്കാൻ സാധിക്കത്തില്ല. തെറ്റ് ഓൾറെഡി സംഭവിച്ചു കഴിഞ്ഞ സ്ഥിതിക്ക് അയാളെ മദ്യപിച്ച അവശനാണെന്നുണ്ടെങ്കിൽ അയാളെ പിടിച്ച് ലോക്ക് ചെയ്തിട്ട് പോലീസിനെ വിളിച്ചു വരുത്തി ഏൽപ്പിക്കാൻ അതാണ് ചെയ്യേണ്ടത്. അതിന് പകരം അയാളുടെ ഷർട്ട് വലിച്ചു കീറുന്നു, അയാളെ തറയിലിട്ട് ഉരുട്ടുന്നു, അയാളുടെ കാല് പിടിച്ചൊടിക്കുന്നു, അയാളുടെ കഴുത്തിന് വലിച്ച് മുറുക്കുന്നു. എന്തത്? എനിക്ക് തോന്നും എന്താ ഇത് വെള്ളരിക്ക് പെട്ടണോ അല്ലേ? എന്താ തോന്നുന്നതെന്ന് പറ കേക്കട്ടെ. ഇത്രയൊക്കെ ചെയ്തത് അയാളൊരു സെലിബ്രിറ്റി ആയതുകൊണ്ടാണ്. സൂപ്പർ. ഇപ്പൊ അതായല്ലേ. ഞാനായിരുന്നെങ്കിൽ യാവനായാലും, അതിനിപ്പോ യാവനാണ് ഇതുപോലത്തെ പരിപാടി ചെയ്തെങ്കിൽ ഞാൻ ഇടിക്കുമായിരുന്നു. ഉള്ള കാര്യം പറയാം, യാവനായാലും ഇടിക്കുമായിരുന്നു. പിന്നെ തൊട്ടിത്തനം കാണിച്ചിട്ട് പിന്നെ അല്ലാണ്ട് എന്തുവാ അമ്മയ്ക്ക് കുറച്ച് കുറുമ്പ് കൂടുന്നുണ്ട് കേട്ടാ. മര്യാദയ്ക്ക് വല്ല റീൽസും ചെയ്ത് അവിടെ ഇരിക്കുന്നതായിരിക്കും കുറച്ച് ബെറ്റർ. 100% സെലിബ്രിറ്റികളോട് പുറത്ത് വെച്ച് കാണുമ്പോൾ അല്ലെങ്കിൽ ഒരു ഇനാഗ്രേഷന് കാണുമ്പോൾ ഒരു പ്രോഗ്രാമിന് പോകുമ്പോൾ കാണിക്കുന്ന ഒരു മനോഭാവം അന്നുമല്ല ഇതുപോലത്തെ സാഹചര്യങ്ങളിൽ ജനങ്ങൾ കാണിക്കുന്നതെന്നുള്ളത് വ്യക്തമായി എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ആ അവസരത്തിൽ ഇവർ എന്തൊക്കെ നമ്മൾ ചെയ്യാൻ കഴിയുമോ അതൊക്കെ ചെയ്യുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഒരു പ്രത്യേക പുച്ഛവും ഒരു പ്രത്യേക പട്ടിത്താറ്റും പച്ചയ്ക്ക് പറഞ്ഞ അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട്. കാരണം ഒരു സെലിബ്രിറ്റിയാണ് ആ ഇടിച്ച കാറ് ഓടിച്ചിരുന്നതെന്ന് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് വേറെ ലെവലിലേക്ക് ആക്കാൻ നമ്മളുടെ മലയാളികൾക്ക് ഒരു പ്രത്യേക മൈൻഡ് സെറ്റ് ഉണ്ട്. അത് എന്താണെന്നുള്ളത് നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാവും അതിൻ്റെ പിന്നിലുള്ള പിന്നാമ്പുറം വശങ്ങൾ. പക്ഷെ ഇത് ഞാൻ പറയുന്നത് ഈ കഴുത്തിൽ കുരുക്കിട്ട് വലിച്ചില്ലേ, അവന് ക്രിമിനൽ കേസിന് അവൻ്റെയൊക്കെ ഒരു മൈൻഡ് സെറ്റ് നോർമലായിട്ടിരിക്കുമ്പോൾ തന്നെ ഇതാണ്. അപ്പൊ അവനൊക്കെ അബോധാവസ്ഥയിലാകുമ്പോൾ എന്തായിരിക്കും അവസ്ഥ? എങ്ങനെ സിദ്ധാർത്ഥിനെ ഒരു രീതിയിലും ഞാൻ ന്യായീകരിക്കുന്നില്ല. സിദ്ധാർത്ഥ് ചെയ്തത് 100% തെറ്റ് തന്നെ. ഇതാണ് മണ്ടത്തരം എന്ന് പറയുന്നത് കേട്ടാ. ഇത്രയും പറഞ്ഞിട്ട് അവസാനം എന്ന് പറയുകയാണ് സിദ്ധാർത്ഥ് ചെയ്തത് തന്നെ ഞാൻ ന്യായീകരിക്കുന്നില്ല, അവൻ ചെയ്തത് 100% തെറ്റാണ്. പക്ഷെ മറ്റവൻ കഴുത്തി കുറുക്കിട്ടതും തെറ്റാണ്. പക്ഷെ അത് തെറ്റാണ്, നിയമപരമായി തെറ്റാണ്. പക്ഷെ നമ്മൾ എത്തിക്സ് മനസാക്ഷി വെച്ച് നോക്കുമ്പോൾ തെറ്റല്ല.
ഞാനാണെങ്കിൽ ഇതേ പ്രതികരിക്കത്തുള്ളൂ. നിങ്ങളാണെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ളവരെ ഇതുപോലെ ആരെങ്കിലും ഇടിച്ചു തള്ളിയിട്ടാൽ നിങ്ങൾ എങ്ങനെ പ്രതികരിക്കും? ഈ വീഡിയോ കാണുന്ന ഓഡിയൻസിന്റെ അടുത്താണ് ചോദിക്കുന്നത്. ഇടിച്ച് പദം വരുത്തൂലേ? അതെ, കണ്ടുകൊണ്ട് നാട്ടുകാർ ചെയ്തോളൂ. പക്ഷെ ആ തെറ്റ് അയാൾ ഏറ്റെടുക്കുന്നുണ്ടെങ്കിൽ അയാള് ആ നഷ്ടം, അയാൾ മൂലം നഷ്ടം വന്ന ഒരാൾക്ക് അയാൾ അതിന്റെ പ്രതികാരം ചെയ്യുക. അല്ലെങ്കിൽ അതിന് നമ്മൾക്കൊക്കെ ഇപ്പൊ വണ്ടി ഒരു വഴിക്ക് പോകുമ്പോൾ തട്ടി നമ്മൾ എന്താ ചെയ്യുക? വണ്ടി ഇടിച്ചു നോക്കി നമ്മൾക്ക് ഉണ്ടായ നഷ്ടം മറ്റേ ആൾ എടുത്തുക, അത് സംസാരിച്ച് ക്ലിയർ ചെയ്യുക. സംസാരിച്ച് ക്ലിയർ ചെയ്യാന്നല്ല, പൈസ കൊടുത്ത് ക്ലിയർ ചെയ്യുക അല്ലെ. വണ്ടിക്കൊരു സ്ക്രാച്ചോ പോറലോ ഒക്കെ പറ്റി അല്ലെങ്കിൽ ഇടിച്ചാലും പോയാലും നമുക്ക് പൈസ കൊടുത്ത് സെറ്റിൽ ചെയ്യാം. ഒരാളെ ഇടിച്ച് പദ വരുത്തി അയാൾ തട്ടിപ്പോയിരുന്ന നിങ്ങളെ അവസ്ഥ ആലോചിച്ച് നോക്ക്. എങ്ങനെ സെറ്റിൽ ചെയ്യും? എങ്ങനെ അതിനെ ക്ലിയർ ചെയ്യും? ഒന്ന് പറഞ്ഞു തരാമോ? അതും കൂടി എനിക്കൊന്ന് പറഞ്ഞു. അവിടെ പോയിട്ട് ഒരു റീത്ത് വെച്ചാൽ മതിയാ, പ്രശ്നം തീരുമോ? അതാണ്. അപ്പൊ അയാൾക്കത് ബോധമില്ലെങ്കിൽ എന്താണ് കൂടെ വരുന്നവരെ വെയിറ്റ് ചെയ്യുക, നിയമപാലകരെ ഏൽപ്പിക്കുക. ഇതൊക്കെയാണ് മാന്യമായ രീതിയിൽ ചെയ്യേണ്ടത്. ഈ ഒരു മാന്യതയും മനുഷ്യത്വം അത്രയ്ക്ക് മാന്യത അവൻ അർഹിക്കുന്നില്ല. അവന്റെ സ്ഥിരം പരിപാടി ഉള്ളടിച്ച് വണ്ടി ഓട്ടിക്കുന്നത് കേട്ടാ. ഇല്ലാത്ത പെരുമാറ്റമായിരുന്നു. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും ആ ഒരു ഫീൽഡിൽ നിൽക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ എനിക്ക് സിദ്ധാർത്ഥിനെ സപ്പോർട്ട് ചെയ്യാൻ തോന്നി. ഇതിൽ എനിക്കെതിരെ വരുന്ന ഏത് കാര്യത്തിനെയും നേരിടാൻ ഞാൻ തയ്യാറുമാണ്. ഞാൻ ആരെയും പേടിക്കുന്നില്ല. കാരണം 100% ഒരാൾ ചെയ്ത തെറ്റ് അയാൾ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ പിന്നെ അയാളെ കയറി ടോർച്ചർ ചെയ്യാൻ ഇവിടെ ഒരു റൈറ്റ്സും ഒരാൾക്കും ഇല്ല. അമ്മയുണ്ടല്ലോ പതുക്കെ എണീറ്റ് പോയട്ടോ. ഏതോ കാക്ക വന്നിരുന്ന് വിളിക്കുന്നുണ്ട്. എണീച്ചു പോ, മതി മതി മതി, വല്ല പാമ്പും വന്ന് കൊത്തും. ഇങ്ങനെ വിളയിലൊന്നും പോയിരുന്ന് വീഡിയോ ഇടാൻ നിൽക്കരുത്. അതുകൊണ്ട് എഴുന്നേറ്റ് വീട്ടിൽ പോയിരുന്നിട്ട് വീഡിയോ ഇട് കേട്ടാ. അതുകൊണ്ട് അമ്മേന് കൂടുതൽ വെള്ളം പന്നിക്കല് ഏറിപ്പോവും. ഇപ്പൊ തന്നെ ഏറി കയറിക്കാണ്. പോട്ട് ടാറ്റ. ഇനി ഞാനൊരു ന്യൂസ് ഇവിടെ കൊടുക്കാം. കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ നടന്നതാണ്. 2021 നടന്ന സംഭവമാണ്. ഞാൻ ആ ന്യൂസ് ഇവിടെ ഒന്ന് കൊടുക്കാം, കേട്ടു നോക്കാം. കൊച്ചി വൈറ്റിലയിലുണ്ടായ വാഹനാപകടത്തിൽ മുൻ മിസ് കേരളയും മുൻ മിസ് കേരള റണ്ണറപ്പും മരിച്ചു. മിസ് കേരളയായിരുന്ന ആൻസി കബീർ, റണ്ണറപ്പായിരുന്ന അഞ്ജന ഷാജൻ എന്നിവരാണ് മരിച്ചത്. പുലർച്ചെ 1 മണിയോടെയായിരുന്നു അപകടമുണ്ടായത്. 2019 മിസ് കേരള മത്സരത്തിലെ വിജയി ആൻസി കബീർ, 2019 മിസ് കേരള റണ്ണറപ്പ് അഞ്ജന ഷാജൻ എന്നിവരാണ് വൈറ്റിലയിലുണ്ടായ അപകടത്തിൽ മരണപ്പെട്ടത്. 25-കാരിയായ ആൻസി തിരുവനന്തപുരം ആലംകോട് സ്വദേശിയാണ്. 26-കാരിയായ അഞ്ജന തൃശൂർ സ്വദേശിയും. എറണാകുളം ബൈപ്പാസ് റോഡിൽ ചക്കരപ്പറമ്പ് സമീപത്ത് വെച്ച് പുലർച്ചെ 1 മണിയോടെയാണ് അപകടമുണ്ടായത്. ബൈക്കുമായി കൂട്ടിയിടിക്കാതിരിക്കാൻ പെട്ടെന്ന് കാർ വെട്ടിച്ചതാണ് അപകടത്തിനിടയാക്കിയതെന്നാണ് വിവരം. സംഭവസ്ഥലത്ത് വെച്ച് തന്നെ ഇരുവരും മരിച്ചിരുന്നു. 4 പേരാണ് വാഹനത്തിലുണ്ടായിരുന്നത്. ഒപ്പമുണ്ടായിരുന്ന 2 പേർ ഗുരുതരാവസ്ഥയിൽ എറണാകുളം മെഡിക്കൽ സെന്ററിൽ ചികിത്സയിലാണ്. കൈരളി ന്യൂസ്. ന്യൂസ് കേട്ടല്ലോ. ഇനി ഞാൻ എൻ്റെ ഒരു എക്സ്പ്ലനേഷൻ വായിക്കാം. 2021 കൊച്ചിയിൽ വെച്ച് 2 മോഡലുകളായ യുവതികൾ മരിച്ച സംഭവം അന്ന ജോൺസൺ ചൂണ്ടിക്കാണിച്ചത്. അതായത് അന്ന ജോൺസൺ എന്ന് പറയുന്ന ഒരു ലേഡി ഈ വിഷയം ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇതിന്റെ പിന്നിൽ വേറെ ദുരൂഹത കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന്. ഓക്കെ, നിങ്ങൾ ബാക്കി ഒന്ന് കേട്ടോക്ക്. മുൻ മിസ് കേരളയായ ആൻസി കബീർ, മിസ് കേരള റണ്ണറപ്പായ അഞ്ജന ഷാജനുമാണ് കാർ അപകടത്തിൽ മരിച്ചത്. ഇവരുടെ സുഹൃത്ത് മുഹമ്മദ് ആഷിഖും കാറിൽ ഉണ്ടായിരുന്നു. ഇയാൾ ഗുരുതര പരിക്കുകളോടെയാണ് ആശുപത്രിയിലായത്. ഒരാഴ്ചയ്ക്ക് ശേഷം മരിച്ചു. കാർ ഓടിച്ചിരുന്ന അബ്ദുൾ റഹ്മാനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇയാൾ മദ്യപിച്ചിരുന്നു. കേട്ടല്ലോ, ഇയാൾ എന്ത് ചെയ്തിരുന്നു? മദ്യപിച്ചിരുന്നു. മദ്യപിച്ചുകൊണ്ടാണ് വണ്ടി പണച്ചതെന്നാണ് പറയുന്നത്. കേട്ടല്ല, ഇതാണ് ഞാൻ ഇവിടെ ചൂണ്ടിക്കാണിക്കാൻ ശ്രമിക്കുന്നത്. ഏത് മദ്യപാനം. മദ്യപിച്ച് വണ്ടി ഓടിക്കാൻ പാടില്ല. ഇതുപോലെ ലക്കും ലെവലും കെട്ടുപോകും. മരിച്ച 3 പേരും പങ്കെടുത്ത DJ പാർട്ടിയിൽ അന്ന ജോൺസൺ പങ്കെടുത്തിരുന്നു. അന്നത്തെ അപകട മരണത്തിൽ പിന്നിൽ ദുരൂഹതയുണ്ടെന്ന് അന്ന ജോൺസൺ ആരോപിക്കുന്നു. അതിന്റെ വിഷയങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതുകൊണ്ട് മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം തന്നെയാണ്. അത് ഒരു സൈഡില്. മറ്റൊരു സൈഡിലാണ് ഇതുപോലെ കോപ്രായങ്ങൾ കാണിച്ചു കഴിഞ്ഞിട്ട് നാട്ടുകാരെടുത്തിട്ട് പെരുമാറിയതിന് ആ മദ്യപിച്ചുകൊണ്ട് വന്ന് ഇടിച്ച് കുണച്ചവനെ ന്യായീകരിക്കാൻ ഇറങ്ങരുത്. ഇവിടെ കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. ഇനിയിപ്പോൾ കുറെ കണ്ണാപ്പി ടീമുകൾ ഇറങ്ങും. എൻ്റെ ഏട്ടായി സിദ്ധാർത്ഥ പ്രഭു ഏട്ടായി എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങും. എനിക്കൊന്നും പറയാനില്ല. കൂടുതൽ ഞാൻ പറഞ്ഞു ഞാൻ കൂടിപ്പോകും കേട്ടാ. എന്തായാലും ഇവൻ അത്ര വെടുപ്പല്ലെന്നുള്ള കാര്യങ്ങൾ തന്നെ പുറത്തു വരുന്നുണ്ട്. നമുക്ക് നോക്കാം, വെയിറ്റ് ആൻഡ് വാച്ച്. അതുപോലെ അവൻ്റെ കരിയർ അവൻ തൊലച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ചീഞ്ഞ് നാറി അളിഞ്ഞു. കൂടുതലൊന്നും പറയാനില്ല. ബൈ.